സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. നീലവിരിയിട്ട ജാലകം അവസാന ഭാഗം. വിമാനാപകടത്തിൽ മരിച്ചവരെ സംബന്ധിച്ച വിവരങ്ങൾ എയർ ഇന്ത്യയിലെ സുഹൃത്ത് ജോസ് ചെറിയാനെ വിളിച്ച് ചിന്ത സംഘടിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഒരു സന്ദീപ് ചക്രവർത്തി ഉണ്ടായിരുന്നില്ല. മേനക പറഞ്ഞ പ്രായത്തിൽപ്പെട്ടവരുമില്ലായിരുന്നു. ആ സ്ഥിതിക്ക് ഈ വിമാനാപകടം മേനക സൃഷ്ടിച്ചതല്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ മേനക വെറുതെ പൂള അടിച്ചതാവും. ഏതായാലും ഇന്ന് മേനകയെ കാണാതെ വയ്യ. വൈകുണ്ഠം കൊട്ടാരത്തിലെത്തിയതും ചിന്തു വിമാനാപകടത്തിൽ മരിച്ചവരുടെ ലിസ്റ്റ് മേനകയുടെ നേർക്ക് നീട്ടി. എന്താ ഇത്? മേനകയ്ക്ക് അത്ഭുതം. പുലർച്ചെയുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചവരുടെ ലിസ്റ്റ്. ഇതെന്തിനാ എനിക്ക്? ഇത് കല്യാണി ഏൽപ്പിക്കൂ. ആഴ്ചപ്പതിപ്പിലോ പത്രത്തിലോ വാർത്തയാക്കാമല്ലോ. അതവൾ തിരക്കി അറിഞ്ഞുകൊള്ളൂ. ഇതിപ്പോൾ അറിയേണ്ടത് മേനകയാണ്. സ്റ്റേറ്റ്സിൽ നിന്ന് ഇവിടേക്ക് പറന്ന വിമാനമാണ് കത്തിക്കറിഞ്ഞത്. പക്ഷേ അതിനുള്ളിൽ ഡോക്ടർ സന്ദീപ് ചക്രവർത്തി ഇല്ലാതെ പോയി. മേനകയിൽ നടുക്കമുണ്ടായി. ആ മുഖം വിളറി. ഞാൻ അന്ന് ഒരു തമാശ പറഞ്ഞത് ചിന്തു വിശ്വസിച്ചു. അപ്പോൾ ഉണ്ണിയമ്മയ്ക്ക് അത്തരമൊരു സിദ്ധിയില്ല. ചിന്തു. മേനകയുടെ മുഖം ഗൗരവപൂർണമായി. എന്താ ഇങ്ങനെയൊക്കെ? കാര്യമായാണ് ഇയാൾ പറയുന്നതെങ്കിൽ നോക്ക്, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യം. ചിന്തുവിന്റെ മുഖം മങ്ങി. അപ്പോൾ ഉണ്ണിയമ്മ പറഞ്ഞത് സന്ദീപിനെ കത്തിക്കുന്ന കാര്യമല്ലേ? അതോർത്ത് ചിന്തുവിനെ വിഷമിക്കേണ്ട. അത് വളരെ മുമ്പേ കഴിഞ്ഞു എന്ന് കരുതിയാൽ മതി. എന്ത്? സന്ദീപ് ഈസ് നോ മോർ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് ആ വിഷയം വിടാം. മേനകയ്ക്ക് താല്പര്യമില്ലെന്നറിഞ്ഞ ചിന്തു വിഷയം മാറ്റി. ഞാൻ എന്റെ ഏട്ടനോട് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. മേനക ഒരു ഞെട്ടലിൽ തിരിഞ്ഞ് ചിന്തുവിനെ നോക്കി. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ചിന്തു തനി കളിക്കുട്ടിയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ഛേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാവാൻ പാടില്ല. ഞാൻ ഈ കാക്കി എത്രയും നേരത്തെ അഴിക്കും. നോക്കിക്കോ. ചിന്തു, ഇതധികമാവുന്നു. ചിന്തു ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചിന്തുവിന് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? എന്തെങ്കിലും? ഇല്ല. പറയൂ. പറയാം. ഇപ്പോഴല്ല, മറ്റൊരിക്കൽ. മറ്റൊരിക്കലല്ല, ഇപ്പോ പറയണം. ഇല്ല. എന്റെ മുത്തശ്ശൻ മരണക്കിടക്കയിലാണ്. മുത്തശ്ശന്റെ മരണസമയത്ത് എനിക്ക് ആ അരികിലുണ്ടാകണം. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം പറയാം. നമുക്കൊന്നിച്ച് കാശിയിൽ പോകാം. ഞാൻ ആ തീർത്ഥത്തിലേക്ക് ഇറങ്ങിപ്പോകും, മടങ്ങി വരാതെ. ഞാനും നിന്റെ കൂടെ ഇറങ്ങിപ്പോരുമെന്നും ഒരുമിച്ച് സിദ്ധി കൂടാമെന്നുമാണ് വിചാരം. എന്നെ അതിന് കിട്ടില്ല. ഒരുത്തി തോൽപ്പിച്ചിട്ട് ഞാൻ തോറ്റില്ല. കാശിയിലെ തീർത്ഥക്കരയിൽ ഒരു സ്വാമിജിയെ വിളിച്ചു വരുത്തി ഒരു പിണ്ടം പുരട്ടി വെച്ച് നിന്റെ ബലിയും കഴിച്ചേച്ച് ഞാൻ തിരിച്ചു പോരും. എന്നിട്ട് നിന്നേക്കാൾ സുന്ദരിയായി ഒരുത്തിയെ കെട്ടും. അപ്പോഴും അതാ നശിച്ച കല്യാണിയായിരിക്കില്ല. മേനക ചിരിച്ചുപോയി. മിടുക്കൻ, നല്ല കുട്ടി. ഇങ്ങനെ വേണം ആൺകുട്ടികൾ. മേനക, ഇടയ്ക്കിടയ്ക്ക് നീ എന്നെ കുട്ടിയാക്കാൻ ശ്രമിക്കുന്നു. വേണ്ട, അതെനിക്കിഷ്ടമല്ല. ചിന്തുവെങ്കിലും എന്നെ ഒരു മനുഷ്യ സ്ത്രീയായി കരുതണമെന്ന് ഞാൻ മോഹിച്ചു. വേണ്ടായിരുന്നു. യക്ഷിയായോ മന്ത്രവാദിനിയായോ വേശ്യയായോ കരുതി അകന്നു നിന്നാ മതിയായിരുന്നു. പുരുഷന്മാരെ അകറ്റി നിർത്താൻ ഞാൻ എത്ര പണിപ്പെട്ടു. പക്ഷെ ചിന്തു കടമ്പകൾ ചാടിക്കടന്നു. എന്റെ വിലക്കുകൾ വളരെ ദുർബലമായിരുന്നു. ഒരുപക്ഷെ ആ ദുഷ്ടനുമായുള്ള മുഖസാദൃശ്യമാവാം. ഞാൻ ചിന്തുവിനെ. മേനക നിർത്തി. അയാളുമായി മുഖസാദൃശ്യമുള്ളപ്പോൾ വെറുക്കുകയല്ലേ വേണ്ടത്? അതെ. പക്ഷെ ഞാൻ അയാളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടാവാം. അയാളുടെ ആത്മാവിനെ. ആത്മാവിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അയാൾ മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. എന്നാരു പറഞ്ഞു? ജീവിച്ചിരിക്കുന്നവർക്കും ആത്മാവുണ്ടല്ലോ. വല്ലാത്ത പതർച്ചയോടെയാണ് മേനക പറഞ്ഞത്. സന്ദീപ് ജീവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ പൊടുന്നനെ ചിന്തുവിന് സംശയമുണ്ടായി. എന്തോ ഒളിക്കാൻ മേനക ബന്ധപ്പെടുന്നുണ്ട്. സന്ദീപിന്റെ മേൽവിലാസം? ചിന്തു ആരാഞ്ഞു. എന്തിനാണ്? മേനകയുടെ അവകാശം തിരിച്ചു വാങ്ങാൻ. എന്റെ അവകാശി ഞാനാണ്. എന്നും അങ്ങനെയായിരുന്നു. ഇനിയും? അതെ. അല്ല, ഇനി മേനക ചിന്തുവിന്റേതായിരിക്കും. ബലമായി ഞാൻ നിന്നെ സ്വന്തമാക്കും. ഇല്ല, ചിന്തുവിനത് കഴിയില്ല. മേനകയെ എനിക്ക് അത്യാവശ്യമാണ്. എനിക്ക് ജീവിക്കാൻ. എന്റെ മുന്നിൽ ഇനി ജീവിതമില്ല ചിന്തു. അതുകൊണ്ട് എന്നോടടുക്കുന്നവർക്കും ജീവിതമില്ല. സീരിയസ് ആയാണ് ചിന്തു ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ എനിക്ക് ചിന്തുവിനെ ബലമായി തട്ടിയകറ്റേണ്ടി വരും. സമ്മതിക്കില്ല ഞാൻ. നിന്നെയും എന്റെ ബൈക്കിന് പിന്നിലെടുത്ത് വെച്ച് ഒരു നാൾ ഞാൻ വിവാഹ രജിസ്റ്ററുടെ അടുത്തേക്ക് പോകും. നീ ആ രജിസ്റ്ററിൽ ഒപ്പുവെക്കും. എന്നിട്ട് എന്റെ ഒപ്പം എന്റെ വീട്ടിലേക്ക് പോരും. ഏടനും എടത്തിയമ്മയ്ക്കും ഓരോ വെറ്റില പാക്ക്. തീർന്നു ചടങ്ങുകൾ. വെറുതെ മോഹിക്കേണ്ട ചിന്തു. ഞാൻ മുഴുവൻ പറയട്ടെ? ചിന്തു തുടർന്നു. രജിസ്റ്ററുടെ മുന്നിൽ എന്നെ എളിബിനാക്കാനാണ് പരിപാടിയെങ്കിൽ തിരിച്ചെന്റെ ബൈക്ക് എന്റെ വീട്ടിലോ നിന്റെ വൈകുണ്ഠത്തിലോ എത്തില്ല. അവയ്ക്കിടയിലുള്ള ഏതെങ്കിലും റോഡിൽ 2 ശവം ചോരയിൽ കുളിച്ചു കിടക്കും.
എന്റെ രണ്ടാമത്തെ പെണ്ണാണ് നീ. പെണ്ണുങ്ങളുടെ വേഷം കിട്ട് ഇനി ഞാൻ സമ്മതിച്ചു തരില്ല. പറഞ്ഞതും ചിന്തു തിരിഞ്ഞു പുറത്തേക്ക് നടന്നു. ചിന്തു നിൽക്കൂ. മേനക പുറകെ ഓടി വന്നു. ചിന്തു നിന്നില്ല. അവൻ ബൈക്കിൽ കടന്നിരുന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും മേനക പൂമുഖ വാതിൽക്കലെത്തി. ചിന്തു, ചോരയിൽ കുളിച്ച് റോഡിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ ഞാൻ പറയുന്നത് സമ്മതിക്കുക. അതുമില്ല. മേനകയുടെ മുഖം കണ്ണുത്തു. രജിസ്ട്രാറുടെ അടുത്ത് കൊണ്ടുപോകാൻ ചിന്തു ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, തീർച്ച. ലെറ്റ് സി. ചിന്തു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഓടിച്ചുപോയി. അവൻ വീട്ടിലെത്തുമ്പോൾ ഏട്ടനും ഏടത്തിയമ്മയും നട്ടുവും അത്താഴമേശയ്ക്കരികിലായിരുന്നു. മുൻപേക്ക് ഒന്നിച്ചിരുന്നു അത്താഴമുണ്ണണമെന്ന് ചിന്തൂട്ടനായിരുന്നു നിർബന്ധം. ഞാൻ വരാൻ വൈകുന്നതിന് എന്നോട് വഴക്കുമുണ്ടാകുമായിരുന്നു. ഇപ്പോൾ അത്താഴം വൈകുണ്ഠം കൊട്ടാരത്തിലാക്കിയിരിക്കുകയെന്ന് തോന്നുന്നു. ചിന്തു പിണക്കമൊന്നും ഭാവിച്ചില്ല. ഏട്ടന്റെ തമാശ ആസ്വദിക്കുന്ന മട്ടിൽ മേശയ്ക്കരികിലെത്തിയിരുന്നു. വൈകുണ്ഠം കൊട്ടാരത്തിൽ അത്താഴം കഞ്ഞിയാണ്, അവൻ പറഞ്ഞു. കഞ്ഞിയുടെ സ്വാദ് ഞാൻ മനസ്സിലാക്കി വരികയാണ്. ചന്തു അത് പറഞ്ഞിട്ട് അർത്ഥഗർഭമായി ദയയെ നോക്കി. ഒന്നും മിണ്ടണ്ട എന്ന അർത്ഥത്തിൽ ദയ കണ്ണടച്ച് കാണിച്ചു. ചന്തു പിന്നെ ശബ്ദിച്ചില്ല. അയാൾ നേരത്തെ തീന്മേശ വിട്ടുപോയി. ചിന്തു ഇരിപ്പുമുറിയിലെത്തുമ്പോൾ ചന്ത കാത്തിരിക്കുകയായിരുന്നു. ഗോപാലപുരം എങ്ങനെ? ചന്ത ചോദിച്ചു. മനോഹരം. ആ സ്ഥലത്തെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൂസലില്ലാതെയാണ് ചിന്തു പറഞ്ഞത്. രാജവീതിയിലൂടെ നടക്കുമ്പോൾ അപ്പോൾ വിരിഞ്ഞ പൂവുകളുടെ ഗന്ധം അനുഭവപ്പെടും. ഒപ്പം ചന്ദനത്തിന്റെയും പനിനീരിന്റെയും മിശ്ര സുഗന്ധം. ഏറ്റവും സവിശേഷം അമ്പലമാണ്. അതിലും കേമം വൈകുണ്ഠം കൊട്ടാരമല്ലേ? ഏട്ടൻ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് സമ്മതിക്കേണ്ടി വരും. മേനക എന്റെ എല്ലാമാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളും സമ്മതിച്ചു. സ്നേഹത്തിന്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ കല്യാണി? എനിക്ക് ആ പേര് കേൾക്കുന്നതേ ഇഷ്ടമല്ല. നീ ഒരിക്കൽ എന്നോട് മേനകയെക്കുറിച്ച് ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? അവളെക്കുറിച്ച് ഞാൻ അറിയുന്നതിന് വളരെ മുമ്പ്. ഇപ്പോ ഞാൻ നിന്നോട് മറ്റൊരാളെക്കുറിച്ച് ചോദിക്കുകയാണ്. നീ നീരജയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നീരജ ഭട്ടിനെക്കുറിച്ച്. ആരാണത്? ചിന്തുവിന് വിസ്മയം. 5 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി. ചിന്തുവിന്റെ കണ്ണുകൾ വിടർന്നു. പക്ഷെ അവൻ ശബ്ദിച്ചില്ല. ചന്തു എഴുന്നേറ്റ് ഫോണിനരികിലെത്തി. ചിന്തു കാണാതെ ഒരു നമ്പർ ഡയൽ ചെയ്തു. പിന്നെ ചിന്തുവിനെ കയ്യാട്ടി വിളിച്ചു. നീരജ ഇപ്പോൾ നിന്നോട് ടെലിഫോണിൽ സംസാരിക്കും. നിനക്ക് പരിചിതമാവാം ആ ശബ്ദം. എങ്കിലും നീരജയല്ലേ എന്ന് ചോദിക്കാവൂ. ചിന്തു സ്വപ്നത്തിൽ എന്നോണം എഴുന്നേറ്റ് ചെന്ന് റിസീവർ വാങ്ങി. ഹലോ. മേനകയുടെ ശബ്ദം. ചോദിക്ക്. നീരജയല്ലേ എന്ന് ചോദിക്ക്. ചോദിക്കടാ, ചന്തു കൽപ്പിച്ചു. നീരജയല്ലേ? ഒരു പാവയെപ്പോലെ ചിന്തു അനുസരിച്ചു. അപ്പുറം നിശബ്ദമായി. നേരത്തെ കിതപ്പ് മാത്രം. തുടർന്ന് ഫോൺ വച്ച ശബ്ദം. ചിന്തു ഞെട്ടലോടെ ഏട്ടനെ നോക്കി. അവനൊന്നും മനസ്സിലായില്ല. ആരാണ് നീരജ? ചിന്തു ഏട്ടനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ. ചന്തു പുഞ്ചിരിച്ചു. 5 വർഷം മുമ്പ് ദില്ലിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി നീരജ ഭട്ട്. ആത്മഹത്യ ചെയ്തവളെങ്ങനെ ടെലിഫോണിൽ സംസാരിച്ചു? അങ്ങനെ ചില തമാശകളൊക്കെ ഉണ്ട്. ഇല്ല, ഇത് തമാശയല്ല. ചിന്തുവിന്റെ മുഖം ചുവന്നു. പിന്നെ? ചന്തു അനിയന്റെ നേർക്ക് നോക്കി. ഏട്ടൻ ഡയൽ ചെയ്ത നമ്പർ ഏതാണ്? അതൊക്കെ പിന്നീട് ഞാൻ നിനക്ക് തരാം. തരണ്ട. എനിക്കറിയാം, മേനകയായിരുന്നു ഫോണിൽ. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. നമ്പർ തെറ്റിയിരിക്കാം. അങ്ങേയറ്റം നിഷ്കളങ്ക ഭാവത്തിലാണ് ചന്തു പറഞ്ഞത്. വേണ്ട, ഏട്ടൻ ചുമ്മാ എന്നെ കളിയാക്കേണ്ട. അത്ര വിഡ്ഢിയൊന്നുമല്ല ഞാൻ. മേനകയുടെ നമ്പർ ഡയൽ ചെയ്തിട്ട് അവൾ ഫോൺ എടുത്തപ്പോൾ നീരജയല്ലേ എന്ന് ചോദിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. മേനകയുടെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടും ഏട്ടൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഏട്ടന്റെ തൃപ്തിക്ക് വേണ്ടി. എന്നാ പെട്ടെന്ന് മേനക നിശബ്ദയായി. ഫോൺ വെക്കുകയും ചെയ്തു. അപ്പോഴാണ് തീർച്ചയായത്. ഏട്ടൻ ഇണക്കിയത് എന്തോ കെണിയായിരുന്നുവെന്ന്, ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചകറ്റാൻ. നീ ഒന്ന് ശാന്തനാകൂ ചിന്തുട്ടാ. എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അല്പം സാവകാശം താ. തൽക്കാലം നീ ഒന്ന് മാത്രം മനസ്സിലാക്ക്. നിന്റെ ഏട്ടനാണ് ഞാൻ. നിനക്ക് ദോഷമുണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. മേനകയിൽ നിന്ന് എന്നെ അകറ്റുന്നത് എന്റെ ഗുണത്തിന് വേണ്ടിയാണോ? അതെ. മേനക അല്ലാതെ ഏത് പെണ്ണിനെ വേണമെങ്കിലും നീ സ്വീകരിച്ചോളൂ. എനിക്ക് ഒരു വിരോധവുമില്ല. എന്താ, അവളെ ഏട്ടന് വേണമെന്നുണ്ടോ? ദേ ചാടി ഇടയിൽ വീണു. ചിന്തു അവന്റെ ഇഷ്ടപ്പെടി ജീവിച്ചോട്ടെ ചന്തുവേട്ട. അങ്ങനെ അവന് തോന്നിയ വണ്ണം ജീവിക്കാൻ വിടാൻ ഞാൻ തയ്യാറല്ല. നട്ടുവും അവനും എനിക്ക് ഭേദമില്ല. അവൻ ആപത്തിൽ ചെന്ന് ചാടാൻ ഞാൻ സമ്മതിക്കില്ല. എന്താപത്ത്? ചിന്തു ചോദിച്ചു.
പിന്നെ ദയയുടെ നേർക്ക് തിരിഞ്ഞു. ഏടത്തിയമ്മയും ഏട്ടന്റെ കുട്ടികൾക്ക് ഇന്ന് കുട്ടി നിൽക്കുന്നല്ലോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? മേനകയെ ഫോണിൽ വിളിച്ചിട്ട് നീരജയല്ലേ എന്ന് ചോദിക്കാൻ ആവശ്യപ്പെട്ടത് എന്തിന്? സത്യത്തിൽ ആരാണ് നീരജ? നീരജയും മേനകയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഏടത്തിയമ്മെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. ദയ ധർമ്മസങ്കടത്തിൽ ചന്തുവിനെയും ചിന്തുവിനെയും മാറി മാറി നോക്കി. തോൽക്കാൻ ഒത്തുതീർക്കാനോ തയ്യാറല്ലാത്ത ഭാവമാണ് ഏട്ടനും അനിയനും. വേണ്ട, ആരും ഒന്നും പറയണ്ട. ചിന്തു മുഖം വെട്ടിത്തിരിച്ചു. ഞാൻ ഇനി ഈ വീട്ടിലേക്ക് വരുന്നുമില്ല. മേനകയിൽ നിന്ന് എന്നെ അടർത്തിയെടുത്ത് കൊണ്ടുപോരാമെന്ന് ഏട്ടനോ എടുത്തിയമ്മയോ കരുതുകയും വേണ്ട. അവൻ പുറത്തേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പറന്നകലുന്ന ശബ്ദം ചന്തുവും ദയയും കേട്ടു. ചിന്തു വൈകുണ്ഠം കൊട്ടാരത്തിന് മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് അകത്തുനിന്ന് പൊട്ടിക്കഴിഞ്ഞിരുന്നു. ഗേറ്റ് ചാടി അവൻ അകത്ത് കടന്നു. പൂമുഖവാതിൽക്കലെത്തി മൃദുവായി മുട്ടി. 4-5 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കറുപ്പമ്മ വന്ന് വാതിൽ തുറന്നു. ഓ, കുട്ടിയാണോ? എവിടെ ഉണ്ണിയമ്മ? അറിയില്ല, ചെന്ന് നോക്കിക്കോളൂ. മേനകയും താനുമായുള്ള അടുപ്പം കറുപ്പമ്മ എന്ന ഈ മീനാക്ഷിയമ്മയെ മനസ്സിലാക്കിയിരിക്കുന്നു. അവൻ മെല്ലെ കോണിപ്പടികൾ കയറി. കിടക്കറയിലാണ് ആദ്യം തിരിഞ്ഞത്. അവിടെ കണഞ്ഞപ്പോൾ നേരെ പൂജാമുറിയിലേക്ക് കടന്നു. വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ തന്റെ ഊഹം ശരിയായിരിക്കുമെന്ന് തോന്നി. അകത്തനക്കമുണ്ട്. വാതിൽ ചാരിയിട്ടേയുള്ളൂ. ഈ വൈകിയ നേരത്ത് ഇതിനുള്ളിൽ എന്തെടുക്കുകയാണ്? ടെലിഫോണിലൂടെ താൻ നൽകിയ ഷോക്കേറ്റ് തളർന്ന് ഈശ്വരന്മാരുടെ പാദത്തിൽ എത്തിയിരിക്കുകയാവുമോ? ചിന്തു വാതിൽപ്പാളികളുടെ ചെറിയ വിള്ളലിൽ മുഖം ചേർത്ത് വെച്ചു. പൊടുന്നനെ അവൻ തികച്ചും സ്തബ്ധനായി. പൂജാമുറിയുടെ മധ്യത്തിൽ ഒരു പീഠമെടുത്തിട്ട് അതിൽ കയറി നിൽക്കുകയാണ് മേനക. എന്നിട്ട് കതിർക്കുലച്ചെണ്ട് തൂക്കുന്ന ഹുക്കിൽ ഒരു സാരി ബന്ധിച്ച് താഴെയുള്ള അഗ്രത്തിൽ കുരുക്കുണ്ടാക്കുകയാണ്. ചിന്തു ശബ്ദത്തിൽ വാതിൽപ്പാളികൾ തള്ളി തുറന്നു. വല്ലാത്തൊരു ഞെട്ടലിൽ മേനക തിരിഞ്ഞു നോക്കി. പിന്നെ പീഠത്തിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി. ചിന്തു. മേനകയുടെ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകളിൽ നീർത്തുളുമ്പി. ഉണ്ണിയമ്മേ. ചിന്തു ഓടി അരികിലെത്തി. ആ ചുമലിലൂടെ കൈവളച്ചിട്ട് മേനകയെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. എന്താ ഇത്? ഞാൻ. ഇടറുന്ന ശബ്ദത്തിൽ അത്രയുമേ പറഞ്ഞുള്ളൂ. പെട്ടെന്നവൾ ചിന്തുവിന്റെ നെഞ്ചിലേക്ക് തളർന്നു വീണ് ഉച്ചത്തിൽ എങ്ങലടിച്ചു. കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ചിന്തുവിന് കഴിഞ്ഞില്ല. തൽക്കാലം ഒന്നും ചോദിക്കേണ്ടതില്ല എന്നവൻ തീരുമാനിച്ചു. ആശ്വസിപ്പിക്കും വിധം ആ ചുമലിൽ മൃദുവായി തട്ടിക്കൊണ്ടിരുന്നു. ഞാനുണ്ട്. എന്റെ ഉണ്ണിയമ്മയ്ക്ക് ഈ ചിന്തുവുണ്ട്. അവളെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ചിന്തു പൂജാമുറിയിൽ നിന്ന് പുറത്തു വന്നു. നേരെ കിടക്കറയിലേക്കാണ് പോയത്. മേനകയെ കിടക്കയിൽ കിടത്തിയ ശേഷം ചിന്തു അരികിലിരുന്നു. ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടതായിരുന്നു. പക്ഷെ എന്റെ മനസ്സ് എന്നെയും കൊണ്ട് ഇവിടേക്ക് പറന്നു. ഇത്രയും വേഗത്തിൽ ഞാൻ മറ്റൊരിക്കലും വണ്ടി ഓടിച്ചിരുന്നില്ല. ഈ അരികിലെത്താൻ എന്റെ നെഞ്ച് വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഞാൻ വരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ. മേനക ശബ്ദിച്ചില്ല. ഇനി കൂട്ടിന് ഞാനുണ്ട്. ശാന്തമായി ഉറങ്ങിക്കോളൂ. എനിക്ക് ഉറങ്ങാൻ കഴിയില്ല ചിന്തു. പൊട്ടിത്തകരും പോലെയാണ് മേനക പറഞ്ഞത്. അതെന്തേ? ഞാൻ ഉറങ്ങിയിട്ട് എത്ര കാലമായി? വേണ്ട, എന്നെ ഉറക്കാനായി ചിന്തു ഉറക്കമിളക്കേണ്ട. മേനകയുടെ സംഗതം എന്തു തന്നെയായാലും അത് എന്റെ ചുമലിൽ അവസാനിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇല്ല. ആ ശബ്ദം ഉയരാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ആ സങ്കടം എന്നോട് പറയൂ. എന്തു തന്നെയായാലും. ഞാൻ എന്തിനു പറയണം? ചിന്തുവിനെല്ലാം അറിയാമല്ലോ. ഇല്ല, എനിക്കൊന്നും അറിയില്ല. എങ്കിൽ പിന്നെ ഫോണിൽ വിളിച്ചെന്നോട് നീരജയല്ലേ എന്ന് ചോദിച്ചത്? ഏട്ടൻ പറഞ്ഞിട്ടാ. മേനകയിൽ വിസ്മയം. അവൾ പെട്ടെന്ന് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ചിന്തുവിന്റെ ഏട്ടൻ സി ഐ ചന്തുപ്രസാദ് പറഞ്ഞിട്ടോ? അതെ, എന്റെ മാത്രം ഏട്ടനല്ല, നമ്മുടെ ഏട്ടൻ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? 5 വർഷം മുമ്പ് ദില്ലിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത നീരജ എന്ന മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയെ ടെലിഫോണിൽ വിളിച്ചു തരാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഏട്ടൻ ഡയൽ ചെയ്ത് തന്നത്. നീരജയല്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ എന്തുകൊണ്ട് നിശബ്ദയായി? പെട്ടെന്ന് ഫോൺ വെച്ചു. മേനക ശബ്ദിച്ചില്ല. നീയും നീരജയും തമ്മിൽ എന്തൊക്കെയോ പൊരുത്തങ്ങളുണ്ട്. നീരജയുടെ കഥ യഥാർത്ഥമാണെങ്കിൽ അതല്ല. നമ്മെ തമ്മിൽ അകറ്റാൻ വേണ്ടി ഏട്ടൻ സൃഷ്ടിച്ച ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് നീരജയെങ്കിൽ. പെട്ടെന്ന് ഒരു പെട്ടിത്തെറി പോലെ മേനക ഇരു കൈത്തലങ്ങളും കൊണ്ട് മുഖം പൊത്തി ഉച്ചത്തി കരഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട. നീ ആരായാലും എനിക്കത് പ്രശ്നമല്ല. 5 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത നീരജയുടെ പുനർജന്മമാവാൻ നിനക്ക് കഴിയില്ലല്ലോ. അങ്ങനെയെങ്കിൽ നീരജയുടെ പ്രേതമാവാം നീ. അതെന്തു പങ്കട്ടെ, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് നിന്നെ വേണം. നിന്നെ കൂടാതെ ജീവിക്കാൻ എനിക്കാവില്ല. നീ ആര് തന്നെയായാലും. ആരാണെന്ന് ചിന്തുവിന്
ഇനിയും സംശയമാണോ? ഞാൻ നീരജയാണ്, നീരജ ഭട്ട്. നീരജ ആത്മഹത്യ ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ നീരജയുടെ പ്രേതാത്മാവാണോ മേനക? ഞാൻ തന്നെ മറുപടി പറയണമോ? ഞാൻ നിർബന്ധിക്കില്ല. എന്നെക്കുറിച്ച് ഞാൻ ആരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് ചിന്തുവിനെയാണ്. ഇല്ല, അങ്ങനെയൊരു ബാധ്യതയില്ല. ചിന്തു എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നല്ലേ പറഞ്ഞത്? ആ സ്ഥിതിക്ക് എന്റെ കഴിഞ്ഞകാലം ചിന്തുവിനെയും ബാധിക്കില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഇല്ലല്ലോ. അതാണ് എന്റെ കഴിഞ്ഞ കാലത്തിന്റെ പ്രത്യേകത. ചിറകുള്ള ഒരു സർപ്പത്തെപ്പോലെ അത് എന്റെ പിന്നാലെ പറന്നു വരികയാണ്. ഞാൻ എവിടെല്ലാം പോയി ഒളിച്ചാലും അതെന്നെ വിടില്ല. യഥാർത്ഥത്തിൽ നീരജ ഭട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നോ? അതോ മേനക എത്തിയ പുതിയ രൂപത്തിൽ കൂടുവിട്ട് കൂടുമാർന്ന തന്ത്രം ഉപയോഗിച്ച് പറന്നു കയറിയതോ? മേനക അറിയാതെ ചിരിച്ചുപോയി. കൂടുവിട്ട് കൂടുമാറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വീണ്ടും അമാനുഷിക സിദ്ധികളുടെ ഉടമയായിത്തീരുന്നു. ഒരു പക്ഷേ അതിലും ഭയങ്കരമായ കാര്യങ്ങളാണ് ചിന്തുവിന്റെ ഏട്ടൻ എന്നെക്കുറിച്ച് പറയാനുള്ളതെങ്കിലോ? മേനക പറഞ്ഞ കഥയിലെ സന്ദീപ് ചക്രവർത്തി യഥാർത്ഥ ആൾ തന്നെയാണോ? അതോ മേനക നീരജയായിരുന്നതുപോലെ അയാൾക്ക് മറ്റൊരു പേര്? ഇല്ല, അക്കാര്യത്തിലെങ്കിലും ഞാൻ കളവ് പറഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കാം. പൊടുന്നനെ മുറിയിലെ ടെലിഫോൺ ശബ്ദിച്ചു. മേനക വിസ്മയത്തിൽ ടെലിഫോണിലേക്ക് നോക്കി നിശ്ചലം നിന്നു. അത് ചിന്തുവിനുള്ള കോളാണ്. അവൾ വളരെ സാവധാനം ചെന്ന് റിസീവർ എടുത്തു. ചന്തുവേട്ടനായിരിക്കും. ചന്തു റിസീവർ വാങ്ങി. മറുവശത്ത് നിന്ന് പറഞ്ഞതെല്ലാം കേട്ടുനിന്നതല്ലാതെ ചിന്തു ഒന്നും പറഞ്ഞില്ല. എന്തേ വിശേഷം? ഞാൻ വണങ്ങിച്ചില്ലാത്തതുകൊണ്ട് വിളിച്ചതാണ്. മേനകയ്ക്ക് അറിയുമോ, എന്റെ ചന്തുവേട്ടൻ ഒരു പാവമാണ്. എന്നെ ഉപേക്ഷിക്കാൻ ചന്തുവേട്ടന് ഒരിക്കലും കഴിയില്ല. അപ്പോൾ ചന്തുവേട്ടൻ എന്താണ് പറഞ്ഞത്? എന്റെ ഇഷ്ടപ്പടി എന്ത് ചെയ്യുന്നതിനും സമ്മതമാണെന്ന്. അതായത് നമ്മുടെ വിവാഹത്തിന് ചന്തുവേട്ടൻ അനുവാദം തന്നിരിക്കുന്നു. ചിന്തു മേനകയുടെ അരികിലെത്തി. ഒരു സന്ദീപ് ചക്രവർത്തിയുടെ പതിയിൽ മേനകയുടെയോ നീരജയുടെയോ ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല. അതുപോലെ ഒരു കല്യാണിയുടെ പിണക്കം ചിന്തുവിനെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പെട്ടെന്ന് മേനക ചിന്തുവിന്റെ ചുമലിലേക്ക് മുഖമണച്ചു വെച്ചു. എന്റെ ചിന്തു ഒരു സാധുവായി പോയല്ലോ. ചിന്തു സ്നേഹം കപ്പിൽ പകർന്ന മുന്തിരിച്ചാറാണ്. ചുണ്ടോടടുപ്പിച്ചാൽ പിന്നെ അത് അകറ്റി മാറ്റില്ല. എന്നാൽ അതിൽ മാരകമായ വിഷം അലയിച്ചു ചേർത്തിരിക്കുന്നു എന്ന കാര്യം മറക്കാൻ പാടില്ല. മേനക വിങ്ങിപ്പൊട്ടി. അത്തരം സ്നേഹം പകർന്ന ഒരേ കപ്പിൽ ചുണ്ടുകളും അമർത്തി ഇരുപുറത്തുമായി നിൽക്കുകയാണ് ചിന്തു നമ്മൾ. ഞാൻ ചിന്തുവിനെ കൂടി അപകടത്തിലാക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ. എന്നാൽ സ്നേഹം പകർന്ന ഈ കപ്പ് ചുണ്ടിൽ നിന്ന് അകറ്റുവാനും എനിക്ക് വയ്യ. ഞാൻ ചിന്തുവിനെ അത്രമാത്രം സ്നേഹിക്കുന്നു. സ്നേഹിക്കാനാവില്ലെന്ന് ഒരിക്കൽ പറഞ്ഞ ആളാണ്. ചിന്തു മേനകയുടെ കവിളിൽ വിരൽ കൊണ്ട് തല്ലി. അതെ, മേനക വിങ്ങി വിതുമ്പി. പക്ഷേ എന്റെ കപ്പ് ശൂന്യമല്ലെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. ശൂന്യമല്ലെന്ന് മാത്രമല്ല, അത് നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. അത് കേട്ടപ്പോൾ ചിന്തുവിന് സന്തോഷമായി. അവനത് മറച്ചുവെച്ചതുമില്ല. മതി, ഇത്രയും മതി. ഞാനിപ്പോൾ സന്തോഷത്തോടെ പോവുകയാണ്. ദയവായി എന്നോട് യാത്ര പറയില്ലേ ചിന്തു, മേനക അപേക്ഷിച്ചു. ചിന്തു ബൈക്ക് വെച്ചിരുന്ന ഇടം വരെ മേനക ഒപ്പം ചെന്നു. അവൾ നോക്കി നിൽക്കിയ ചിന്തുവിന്റെ ബൈക്ക് പറന്നകന്നു. വീട്ടിലെത്തിയപ്പോൾ കലയങ്ങിയ കടങ്ങളോടെ ഏടത്തിയമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി ഞാനോ ചന്തുവേട്ടനോ ഉറങ്ങിയില്ല. ഓ, 5 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെയാണല്ലോ ഞാൻ സ്നേഹിക്കുന്നത്. ഏട്ടനെ ഏടത്തിയമ്മയ്ക്കും ഭയപ്പെടാൻ മറ്റെന്ത് വേണം, അല്ലേ? ചിന്തു, തമാശയാക്കണ്ട. നിനക്ക് സഹിക്കാൻ കഴിയുന്നതിലുമൊക്കെ ഭയങ്കരമാണ് സത്യം. അവൾ അക്കാര്യം നിന്നിൽ നിന്ന് ഒളിച്ചതുകൊണ്ട് തന്നെ ആളിന്റെ തരം വ്യക്തമാണല്ലോ. അവൾ ഒളിച്ചു. എങ്കിൽ ഏടത്തിയമ്മക്കെങ്കിലും തുറന്നു പറഞ്ഞൂടെ? ഞാനല്ല, ഏട്ടൻ പറഞ്ഞോളൂ. ഇനി ഒരാഴ്ച കാത്തിരുന്നാ മതി. പിറ്റേന്ന് വൈകുന്നേരം സമയം ആഴ്ച പതിപ്പിൽ നിന്ന് ജിജോ മാനുവലിന്റെ ഒരു ഫോൺ കോൾ ചിന്തുവിന് ലഭിച്ചു. ഞാൻ ജിജോയാണ്. താങ്കളെ എനിക്കൊന്ന് കാണണം. ചില കാര്യങ്ങൾ അറിയിക്കാനാണ്. ഫോണിൽ പറയാവുന്നതാണെങ്കിൽ പറഞ്ഞോളൂ. നേരിട്ട് പറയുന്നതാണ് നല്ലത്. ശരി, വിഷയത്തെക്കുറിച്ച് സൂചനയെങ്കിലും തരൂ. കല്യാണിയാണ് വിഷയം. ഞാനത് ഊഹിച്ചു. മറ്റൊരു ബന്ധവും നാം തമ്മിലില്ലല്ലോ. കല്യാണി ഹോസ്പിറ്റലിലാണ്. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്താ അസുഖം? സൂയിസൈഡ് അറ്റംപ്റ്റ്. ചിന്തു ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ ചോദിച്ചു, കാരണം? നിങ്ങൾ തന്നെ, ചിന്തു പ്രസാദ് എന്ന നിങ്ങൾ. വീണ്ടും ചിന്തുവിന് ശബ്ദം നഷ്ടമായി. എന്തേ ഒന്നും പറയാത്തത്? ജിജോ ചോദിച്ചു. ആ ചോദ്യം കേട്ട് ചിന്തു ഞെട്ടലിൽ നിന്ന് മെല്ലെ മോചിതനായി. കല്യാണി ഏത് ഹോസ്പിറ്റലിലാണ്? എനിക്ക് അവളെ കാണണം. അതിനു മുമ്പ് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. നമുക്ക് വൈകിട്ട് കോഫി ഹൗസിൽ കണ്ടാലോ?
എനിക്ക് വിരോധമില്ല. 5:30 ഇരുവരും കോഫി ഹൗസിലെത്തി. എനിക്ക് കല്യാണിയുടെ നില അറിയാതെ സമാധാനമില്ല. അപ്പോ നിങ്ങൾക്ക് കല്യാണിയോട് സ്നേഹമുണ്ട്. ഇതുവരെ വൈരാഗ്യമായിരുന്നു. ഇപ്പോ ഇങ്ങനെയൊക്കെ കേട്ടപ്പോ ഞാൻ കാരണമാണ് അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജിജോ 2 കോഫിക്ക് ഓർഡർ നൽകി. കല്യാണിയുടെ നില എങ്ങനെയുണ്ടെന്ന് പറയൂ. ഞാൻ പലകുറി ചോദിച്ചിട്ടും താങ്കൾ മറുപടിയൊന്നും തന്നില്ല. ചിന്തു ഓർമ്മിപ്പിച്ചു. കുഴപ്പമെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കില്ലല്ലോ ഞാൻ. ജിജോ വീണ്ടും മന്ദഹസിച്ചു. ചിന്തു മിണ്ടിയില്ല. എന്തിനാണ് ചിന്തുവും കല്യാണിയും തമ്മിൽ അകന്നത്? അവളുടെ കല്യാണം നടന്നത് ജിജോ അറിഞ്ഞില്ലെന്നുണ്ടോ? അവളുടെ കല്യാണം കഴിഞ്ഞതും ഭർത്താവ് മരിച്ചതും അറിയാം. അതിനുശേഷവും ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ഒരുക്കമായിരുന്നു. പക്ഷേ അവൾ ഇനിയും ഒരു വിവാഹമുണ്ടായാൽ വരൻ ഞാനായിരിക്കില്ലെന്ന് അവൾ പറഞ്ഞു. അപകർഷതാബോധമാവാം അവളെ കൊണ്ടത് പറയിച്ചത്. ഒരു 2ാം വിവാഹക്കാരിയായതിനാൽ നിങ്ങളെ അർഹിക്കുന്നില്ലെന്ന വിചാരത്തിൽ. ഞാൻ മനസ്സിലാക്കിയത് അവൾ എന്നെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. ആദ്യം ഒഴിഞ്ഞു മാറിയത് നിങ്ങൾ തന്നെയല്ലായിരുന്നോ? ഞാനോ? ആര് പറഞ്ഞു? കല്യാണിയെ വിട്ട് നിങ്ങൾ ആ കവയിത്രിയിലേക്ക് പോയി. ചിന്തു വീർപ്പുമുട്ടലിൽ നിശബ്ദനായിരുന്നു. ആലുവ ശിവരാത്രിയുടെ കഥ ആത്മഹത്യാശ്രമം നടത്തിയതിന്റെ തലേന്നാണ് കല്യാണി എന്നോട് പറഞ്ഞത്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. അത്ര തകർച്ചയിൽ അവളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. നിങ്ങൾ മേനക ഉണ്ണിയിലേക്ക് പോയത് അവൾക്ക് സഹിച്ചില്ല. എന്നിട്ടും നിങ്ങളെ അവൾ വെറുത്തില്ല. നിങ്ങളെ മറക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെ അവൾ ഭാവിച്ചു എന്ന് മാത്രം. വേറെ വിവാഹം ആലോചിച്ചു കൊള്ളാൻ അച്ഛനോട് പറഞ്ഞത് കല്യാണി തന്നെയാണ്. പക്ഷേ അപ്പോഴും അവൾ നിങ്ങളെ തീവ്രമായി സ്നേഹിച്ചിരുന്നു. ചിന്താശക്തിയില്ലാത്ത ഒരു ചെറിയ കുട്ടിയുടെ വാശി. സ്വന്തം ജീവിതം തന്നെയാണ് എറിഞ്ഞുടയ്ക്കുന്നതെന്ന് അവൾ അറിഞ്ഞില്ല. കല്യാണാലോചന ഉറപ്പായതോടെയാണ് കാര്യങ്ങൾ തന്റെ കൈവിട്ടു പോയതായി അവൾ അറിഞ്ഞത്. ആ കല്യാണപ്പന്തലിൽ വെച്ച് പോലും നിങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോരാൻ അവൾക്ക് തോന്നിയത്രേ. എന്നാൽ എത്ര പേരെയാണ് താൻ അപമാനിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ഒന്നിനും കഴിയാതെയായി. അതുകൊണ്ട് നിങ്ങൾ മേനക ഉണ്ണിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് സത്യം മനസ്സിലാക്കിയതിന്റെ പിറ്റേന്ന് രാത്രിയിലാണ് കല്യാണി ഉറക്കമരുന്ന് കഴിച്ചത്. മതി, ഇനി നമുക്ക് അവിടേക്ക് പോകാം. വെയിറ്റർ കോഫി കൊണ്ടുവന്ന് ചൂടുകാപ്പി മൊത്തിക്കൊടുക്കുന്നതിനിടയിൽ ജിജോ ചോദിച്ചു, നിങ്ങൾക്കിനി കല്യാണിയിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ? ചിന്തുവിലൊരു നടുക്കമുണ്ടായി. ഒരു നിമിഷം കഴിഞ്ഞ് അവൻ വളരെ പതുക്കെ അറിയിച്ചു, ഇല്ല. പക്ഷെ കല്യാണി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു, പഴയതിലും ശക്തിയിൽ. നിങ്ങളെ കിട്ടില്ലെന്നറിഞ്ഞാൽ അവൾ ഇനി ആത്മഹത്യക്ക് ശ്രമിച്ചേക്കാം. ചിന്തു നിശ്ചലമിരുന്നു. നിങ്ങളെ കൂടാതെ അവൾക്ക് ജീവിക്കാൻ വയ്യത്രേ. നിങ്ങൾ മേനകയെ വിവാഹം ചെയ്യാൻ പോവുകയാണെന്നറിഞ്ഞതോടെയാവും അവൾക്കത് ബോധ്യമായത്. ചിന്തുവിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. കല്യാണിയിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടിട്ടെന്ത് കാര്യം? കല്യാണിയിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല എന്നതല്ല വസ്തുത. മേനകയെ എനിക്കിനി ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നതാണ്. പറയൂ എന്ന ഭാവത്തിൽ ജിജോ കേട്ടിരുന്നു. ഞാനവളെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. ഒഴിഞ്ഞു മാറിയ ആളെ ബലമായി പിടിച്ചടുപ്പിക്കുകയായിരുന്നു ഞാൻ. അപ്പോ കല്യാണി? മേനകയുടെ അവസ്ഥയല്ല കല്യാണിയുടേത്. കല്യാണിക്ക് എല്ലാവരുമുണ്ട്, ഞാൻ ഒഴികെയുള്ള ഒരു ലോകം മുഴുവൻ. പക്ഷെ കല്യാണിക്ക് ആവശ്യം നിങ്ങളെ മാത്രമാണ്. അവൾ എന്നോട് പൊറുക്കട്ടെ. എങ്കിൽ നിങ്ങളിനി അവളെ കാണാതിരിക്കുകയാണ് നല്ലത്. എനിക്ക് അവളെ കാണണം, എല്ലാം പറയണം. അവളെ സാന്ത്വനിപ്പിക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞാലോ? ജിജോയോടൊപ്പം ചിന്തു കല്യാണി കിടക്കുന്ന ആശുപത്രിയിലെ പേവാർഡിലെത്തിയപ്പോൾ അവിടെ കല്ലുവിന്റെ അരികിൽ അച്ഛനെയും അമ്മയും കൂടാതെ ചിന്തുവിന്റെ ഏടത്തിയമ്മ ദയയും മകൻ നട്ടവും ഉണ്ടായിരുന്നു. ചിന്തുവിനെ കണ്ടതും കല്യാണി കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. ഒരു ഭ്രാന്തിയുടെ അവസ്ഥയിലായിരുന്നു അവൾ. ചിന്തു! അവൾ പൊട്ടിക്കരഞ്ഞു. ഓടിച്ചെന്ന് ചിന്തുവിന്റെ കാൽക്കൽ വീണു. എന്നെ ഉപേക്ഷിക്കല്ലേ. ചിന്തു കൈവിട്ടാൽ ഞാൻ മരിച്ചു പോകും. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ആ സന്ദർഭത്തെ നേരിടണമെന്ന് ചിന്തുവിന് അറിയില്ലായിരുന്നു. കാലിൽ മുഖം ചേർത്ത് കല്യാണി കരയുന്നു. അവളുടെ അച്ഛനും അമ്മയും സഹപ്രവർത്തകൻ ജിജോയും തന്റെ ഏടത്തിയമ്മയും നട്ടുമോൻ പോലും ആ കാഴ്ച കണ്ട് സ്തബ്ധരായി നിൽക്കുന്നു. എന്റെ പക്ഷത്തും തെറ്റുണ്ടായിട്ടുണ്ട്. കല്യാണി ഏറ്റുപറയുകയാണ്, എന്നോട് പൊറുക്കണേ, എന്നോട് പൊറുക്കണേ. ചിന്തുവില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. ഞാൻ എന്നെക്കാൾ അധികം ചിന്തുവിനെ സ്നേഹിക്കുന്നു. നെഞ്ചിലെവിടെയോ വെണ്ണ ഉരുകുന്നത് ചിന്തു തിരിച്ചറിഞ്ഞു. കണ്ണുകളിൽ ഈറൻ പടരുന്നു. ഹൃദയത്തിൽ നൊമ്പരം വിങ്ങുന്നു. കല്യാണി ക്ഷമാപണം നടത്തുകയാണ്. പക്ഷെ തനിക്ക് പൊറുക്കണേ എന്ന് കരയാൻ വയ്യ. തെറ്റ് തിരുത്താനും വയ്യ. ചെയ്തത് തെറ്റാണെങ്കിൽ തന്റെ ജീവിതം ഇന്ന് ആ തെറ്റിന്റെ ഭാഗമായി പോയിരിക്കുന്നു. ഒരു തിരിച്ചുവരവ് ഇനി സാധ്യമല്ല. പക്ഷെ കല്യാണി ഇങ്ങനെ ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ചിന്തുവിന്റെ വലതുകൈ അറിയാതെ കല്യാണിയുടെ ശിരസിൽ തൊട്ടു.
അതാ മുടിയിലൂടെ തലോടി ഇറങ്ങി. സാന്ത്വനിപ്പിക്കും പോലെ. ചിന്തുവിന്റെ കൈത്തലം കല്യാണി തന്റെ കവിളോട് ചേർത്തു പിടിച്ചു. കവിളിലെ നനവ് ആ കൈത്തലത്തിലേക്ക് പകർത്തി. പിന്നെ കൈ അയച്ച് ചിന്തു മെല്ലെ കല്യാണിയിൽ നിന്ന് പിൻവാങ്ങി. എല്ലാവരെയും ഒന്ന് നോക്കി. പിന്നെ ദയയോട് ചോദിച്ചു, ഏടത്തിയമ്മ ഇപ്പോ മടങ്ങുന്നുണ്ടോ? നീ പോവുകയാണെങ്കിൽ. അതെ, ഞാൻ പോവുകയാണ്. അത് പറഞ്ഞ് ചിന്തു കല്യാണിയുടെ നേരെ തിരിഞ്ഞു. ഞാൻ വീണ്ടും വരാം, ആശ്വസിപ്പിക്കാൻ എന്നോണം ചിന്തു അവളോട് പറഞ്ഞു. കല്യാണിയോടും അച്ഛനമ്മമാരോടും യാത്ര പറഞ്ഞ് നട്ടുവിന്റെ കൈയും പിടിച്ച് ദയയും പുറത്തു കടന്നു. ബൈക്ക് സ്റ്റാർട്ടാക്കും മുൻപ് ചിന്തു ദയയോട് ചോദിച്ചു, കല്യാണി ആത്മഹത്യക്ക് ശ്രമിച്ച വിവരം എന്താ എന്നെ അറിയിച്ചില്ല? മനഃപൂർവ്വം അറിയിക്കാതിരുന്നതാണ്. ചിന്തു കല്യാണിയിൽ നിന്ന് പിരിഞ്ഞിരുന്നല്ലോ. മനസ്സിലിപ്പോൾ വേറെ ആളല്ലേ. ഇനി കല്യാണിയുടെ കാര്യം പറഞ്ഞ് സ്വൈര്യം കെടുത്തേണ്ട എന്ന് വിചാരിച്ചു. ചിന്നു പിന്നെ ശബ്ദിച്ചില്ല. വീട്ടിലെത്തും വരെ ആരും ഒന്നും പറഞ്ഞില്ല. വീട്ടിലെ ഇരിപ്പുമുറിയിൽ കടന്നപ്പോൾ ദയ പറഞ്ഞു, കല്യാണിയെ കാണാൻ ചിന്തു വരേണ്ടിയിരുന്നില്ല. അതെന്താ, വെറുതെ ആവശ്യമില്ലാത്ത സീനൊക്കെ ഉണ്ടാക്കിയില്ലേ? ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എനിക്കറിയാമായിരുന്നു കല്യാണി എന്നും നിന്നെ സ്നേഹിച്ചിരുന്നു. വെറുപ്പ് ഭാവിച്ച് അകന്നു കഴിയുമ്പോഴും ആ കല്യാണ രാത്രിയിൽ പോലും. വിധി പോലെയാണ് എല്ലാം സംഭവിച്ചത്. നിങ്ങൾ എങ്ങനെ പിരിയുമെന്ന് ആരാണ് ഓർത്തത്? ചിന്തു മിണ്ടിയില്ല. നഷ്ടം പറ്റിയത് മുഴുവൻ കല്യാണിക്കാണ്. പാവം കുട്ടി. വെറുപ്പ് അഭിനയിക്കാനല്ലാതെ വെറുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ചിന്തുവിന്റെ സ്ഥിതി അതല്ല. വെറുപ്പോടെ തിരിഞ്ഞു നടന്ന നിമിഷം തന്നെ നീ അവളെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഓർമ്മകളിൽ നിന്നും എല്ലാം പുറത്താക്കി. ഏടത്തിയമ്മയും ഏട്ടനും ഇപ്പോഴും കല്യാണി വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ നശിച്ച ലോകത്ത് പ്രിയപ്പെട്ടതെന്ന് പറയാൻ ആകെയുള്ളത് അപൂർവം ചില ബന്ധങ്ങൾ മാത്രമാ. ചിന്തു വിസ്മയത്തിൽ ദയയെ നോക്കി. എന്താ ഇനിയിപ്പോ ചിന്തുവിന്റെ ഉദ്ദേശം? കല്യാണിയിലേക്ക് ഇനി മടങ്ങിച്ചെല്ലാൻ നിനക്ക് കഴിയുമോ? ഒരിക്കലുമില്ല, ഒരിക്കലും. അത്ര നീചമാണോ ആ കുട്ടി ചെയ്ത തെറ്റ്? അവൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല. പിന്നെ മേനകയിൽ നിന്ന് എനിക്ക് മടങ്ങി വരാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തുപോയി. വെറുമൊരു വാക്കിന്റെ പേരിൽ. ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കണ്ട. ചിന്തുവിന്റെ മുഖത്ത് മുഷിവ് പ്രകടമായി. കല്യാണിയിലേക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയില്ലെങ്കിൽ നീ ഇന്ന് അവളെ കാണാൻ ചെന്നത് ക്രൂരതയായിപ്പോയി. അതുപോട്ടെ, വീണ്ടും വരാമെന്നു പല്ലേ നീ പറഞ്ഞത്? നീ അവളിലേക്ക് തിരിച്ചു വരുമെന്നല്ലേ അതിനർത്ഥം? ദയ കുറ്റപ്പെടുത്തി. ഛേ, ഏടത്തി അമ്മേനെ കുഴപ്പത്തിലാക്കുകയാണല്ലോ. നീ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നതല്ലേ ചിന്തു? ഇങ്ങനെ ഏട്ടനും ഏടത്തിയമ്മ മാറി മാറി കുറ്റപ്പെടുത്താൻ പോകുന്ന കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഏടത്തിയമ്മ കുറ്റപ്പെടുത്തുന്നതിൽ എന്റെ കുട്ടി വെറുതെ വിഷമിക്കേണ്ട. ഞാനിനി ഒന്നും പറയുന്നില്ലെന്ന് വെച്ചേക്കാം. കണ്ടോ, പിണങ്ങി. ചിന്തു ഒച്ച വെച്ചു. ഏട്ടൻ പിണങ്ങിയ ഞാൻ സഹിക്കും. പക്ഷെ ഏടത്തിയമ്മ, ഞാനെങ്കിലും അല്പം നിയന്ത്രിച്ചിരുന്നെങ്കിൽ നീ ഇത്ര വലിയ അപകടത്തിൽ ചെന്ന് ചാടില്ലായിരുന്നു. അപകടത്തിലോ? ചിന്തു കണ്ണുമിഴിച്ചു. അതെ, ദയ പറഞ്ഞു. നിനക്കറിയില്ല നീ എത്ര വലിയ അപകടത്തിലാ ചെന്ന് ചാടിയിരിക്കുന്നതെന്ന്. അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഞാൻ വിചാരിച്ചിലാവുകയുമില്ല. ദയ തിരിഞ്ഞ് അകത്തേക്ക് പോയി. അന്ന് ചിന്തു ഉറങ്ങാൻ മുറിയിൽ കടന്ന ശേഷമാണ് ചന്തു വീട്ടിലെത്തിയത്. പിറ്റേന്ന് ചിന്തു സ്റ്റേഷനിലേക്ക് പുറപ്പെടുമ്പോഴും ചന്തു കിടക്ക വിട്ട് എഴുന്നേറ്റിരുന്നില്ല. അതുകൊണ്ട് ഏട്ടനും അനിയനും തമ്മിൽ ഡയലോഗൊന്നും ഉണ്ടായില്ല. ചിന്തു അത് ഭാഗ്യമായി കരുതുകയും ചെയ്തു. എന്നാൽ പതിവിന് വിപരീതമായ ഉച്ചയ്ക്ക് ചിന്തു ഊണ് കഴിക്കാൻ വീട്ടിലെത്തി. എന്തേ ഇന്നിങ്ങ് പോന്നു കളഞ്ഞത്? ദയ ചോദിച്ചു. ഉച്ച കഴിഞ്ഞ് അല്പം ഷോപ്പിംഗ് ഉണ്ട്. ഒരു കല്യാണ സാരി എടുക്കണം. ഏടത്തിയമ്മ വരണം. ആരുടെ കല്യാണത്തിന്? എന്റെ, അല്ലാതെ മറ്റാരുടെ? കുട്ടിയേതാ? ഇതെന്ത് ചോദ്യം ഏടത്തിയമ്മേ? നിങ്ങളൊക്കെ ആ പേര് മനപ്പാടമാക്കി കഴിഞ്ഞില്ലേ? ദയ മിണ്ടിയില്ല. വരില്ല എന്ന് പറയുകയാണെങ്കിൽ. ഒന്ന് നിർത്തിയിട്ട് ചിന്തു തുടർന്നു. പിന്നെ ഏടത്തിയമ്മയ്ക്ക് ചിന്തു എന്ന ഈ അനിയനില്ല. ഞാൻ വരാം, ദയ പറഞ്ഞു. ചിന്തു ആരെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാലും എനിക്ക് അനിഷ്ടമൊന്നുമില്ല. പക്ഷേ ഇനി പക്ഷിയുടെ ആവശ്യമില്ല ഏടത്തിയമ്മേ. അതിന്റെ സമയം കഴിഞ്ഞു. ദയ പിന്നീട് ശബ്ദിച്ചില്ല. അവൾ പോകാനൊരുങ്ങി വന്നു. നഗരത്തിലെ ഏറ്റവും മികച്ച തുണിക്കടയിലേക്കാണ് അവർ പോയത്. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴേക്ക് സന്ധ്യയായിരുന്നു. വീട്ടിലെത്തുമ്പോൾ ചന്തുപ്രസാദ് വന്ന് സിറ്റൗട്ടിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എവിടെ പോയി? ചന്തു ദയയോട് ചോദിച്ചു. ഒരു കല്യാണ സാരി എടുക്കാൻ. ചന്തുവിന്റെ മുഖം കനത്തു. അപ്പോഴൊന്നും പറഞ്ഞില്ലെങ്കിലും ദയയെ തനിച്ച് അകത്ത് വിളിച്ചു കൊണ്ടുപോയി തിരക്കി. അവന്റെ ഭ്രാന്ത് നിനക്കും തുടങ്ങിയോ? എന്തേ? കല്യാണ സാരി എടുക്കാൻ ആ വിവാഹം നടക്കാൻ പാടില്ല. അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. ദയാ, ചന്തുവിന്റെ ശബ്ദമുയർന്നു. അവൾ ആരാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. എന്നിട്ടും
അവൾ ആരുമാവട്ടെ, അവന്റെ ജീവിതം എങ്ങനെയുമാവട്ടെ, പക്ഷെ അവർ പരസ്പരം സ്നേഹിക്കുന്നു. സ്നേഹമല്ല, ഒരുതരം മോഹമാണ്. സത്യമറിയുമ്പോൾ അവൻ അവളിൽ നിന്ന് ഓടിയൊളിക്കും. എങ്കിൽ ഇനിയെങ്കിലും ആ സത്യം അവനോട് പറഞ്ഞുകൂടെ? പറയാൻ പോവുകയാണ്, ഇനി വൈകിക്കുന്നില്ല. സംഭാഷണം അത്രയും എത്തിയപ്പോൾ ചിന്തു മുറിയുടെ വാതിൽക്കലെത്തി. അതോടെ ചന്തുവും ദയയും നിശബ്ദരായി. എന്താ നിർത്തിക്കളഞ്ഞത്? പറഞ്ഞോളൂ. എനിക്ക് സഹിക്കാത്ത പലതും ഏട്ടൻ ചെയ്തു കഴിഞ്ഞു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യാനുള്ള പുറപ്പാടിലുമാണ്. നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് ഞാൻ എന്റെ ജോലികൾ തീർത്തിരിക്കും. പിന്നീടെല്ലാം നിന്റെ ഇഷ്ടം പോലെ. അപ്പോ ഏട്ടൻ എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു രാത്രിയുടെ യുദ്ധം. അതെ, നീ ക്ഷമിച്ചേ തീരൂ. ഈയൊരു രാത്രി മതിയല്ലോ. ഏറിയാൽ 12 മണിക്കൂർ. 12 മണിക്കൂർ നീളമുള്ള കഥയാണോ പറയാൻ പോകുന്നത്? കഥയല്ല, കാര്യം. മുഖവുര അവസാനിപ്പിച്ച് ഇനിയെങ്കിലും തുടങ്ങിക്കൂടെ? ചിന്തു അസഹ്യത പ്രകടിപ്പിച്ചു. ശരി, ഇപ്പോൾ തന്നെ തുടങ്ങിയേക്കാം. ഒരു യാത്രയിൽ നിന്നാവട്ടെ തുടക്കം. വെറും 10 മിനിറ്റ്. അത്രയും തയ്യാറെടുപ്പ് എനിക്ക് ആവശ്യമാണ്. ഞാൻ റെഡിയാവുമ്പോഴേക്കും നീ കാറിൽ ചെന്നിരുന്നോളൂ. കാറിലോ? ചിന്തുവിന് വിസ്മയം. അതെ, നമ്മളൊരു യാത്ര പോവുകയാണ്. എവിടേക്ക്? അല്പം വടക്ക് വരെ. പുലരും മുമ്പേ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ്. എനിക്കറിയാം ഏട്ടന്റെ ഉദ്ദേശം. നാളത്തെ ദിവസം ഞാൻ ഈ പട്ടണത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ അത്ര ചെറ്റയാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ പിന്നെ പെട്ടെന്നൊരു യാത്ര. നാളെ പുലരും മുമ്പ് ഞാൻ നിന്നെ ഇവിടെ തിരിച്ചെത്തിക്കും. 10 മണിക്ക് മുമ്പേ നിനക്ക് രജിസ്ട്രാറുടെ മുന്നിലെത്താനും കഴിയും. അതുപോലെ? ശരി, ഞാൻ കാറിൽ ചെന്നിരിക്കാം. പുലരും മുമ്പേ എന്നെ ഇവിടെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ നാം പിന്നീട് ശത്രുക്കളായിരിക്കും. തീർച്ച. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഏട്ടനെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ വിഡ്ഢിയാക്കുകയാണെന്ന് സന്തോഷിക്കുകയും വേണ്ട. ചിന്തു തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. ഒരു സൂട്ട് കേസും തൂക്കി ചന്തു എത്തി. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു അത്. സാമാന്യ വേഗത്തിലാണ് ചന്തു കാർ വിട്ടത്. കുറെ സമയത്തേക്ക് തണുപ്പോ നിശബ്ദതയും മാത്രം. ഒടുവിൽ ചന്തു തന്നെയാണ് മൗനം മുറിച്ചത്. നീ വല്ലാതെ ഭയന്നിരിക്കുന്നത് പോലെ. എന്തേ, നിന്നെ ഞാൻ വല്ലയിടത്തും കൊണ്ടുപോയി കൊന്നുകളയുമെന്ന പേടിയുണ്ടോ? വേണ്ടി വന്നാൽ ഏട്ടൻ അതിന് മടിക്കില്ലെന്ന് എനിക്കറിയാം. ചിന്തു തിരിച്ചടിച്ചു. ചന്തു പൊട്ടിത്തിരിച്ചുപോയി. എന്റെ അനിയൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വേരുകൾ കണ്ടുപിടിക്കണമെന്ന് എന്തുകൊണ്ടോ എനിക്ക് വാശിയുണ്ടായി. ആ തിരിച്ചിലിനിടയിലാണ് മേനക എന്ന സുന്ദരിയായ യുവതി 50 വർഷങ്ങൾക്ക് മുമ്പ് ഗോപാലപുരം കൊട്ടാരം വിട്ട് ചന്ദനൂരിലേക്ക് രക്ഷപ്പെട്ട മേനകാവർമ്മയാണെന്ന വിവരം എന്റെ കാതിലെത്തിയത്. ഞാൻ വിട്ടില്ല. അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ ചന്ദനൂർ കോവിലകം തേടി പുറപ്പെട്ടത്. യുവതിയായി കാണപ്പെടുന്ന മേനക 50-ലധികം വയസ്സുള്ളയാളാണെങ്കിൽ ആ സംശയം തീർക്കാതെ എനിക്ക് തരമില്ലായിരുന്നു. എന്നിട്ട് ചിന്തുവിൽ ചലനമുണ്ടായി. അവൻ ജിജ്ഞാസയോടെ ചന്തുവിന്റെ മുഖത്തേക്ക് നോക്കി. നീ എന്തിനിങ്ങനെ ഉൾക്കടപ്പെടുന്നു? മേനക ആരായാലും നിനക്ക് പ്രശ്നമില്ലല്ലോ? ചന്തു ചോദിച്ചു. അതെ, പ്രശ്നമല്ല. ചിന്തു സമ്മതിച്ചു. അവൾ മേനക അല്ലെങ്കിലോ? ചന്തു അനിയന്റെ മുഖത്തേക്ക് നോക്കി. ചിന്തു ഉത്തരം മുട്ടിയെന്നോണം ഒരു നിമിഷം ഇരുന്നു. പിന്നെ അറിയിച്ചു. എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു സമസ്യക്കൊരുങ്ങേണ്ട. മേനക ഉണ്ണിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞുവെന്ന് ഭാവിച്ചവനാണ് നീ. ഒരുപക്ഷെ അവളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരിക്കാം. വേണ്ട, എനിക്കിനി ഒന്നും അറിയണ്ട. ശരി. ചന്തുപ്രസാദ് ദീർഘമായി നിശ്വസിച്ചു. നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് കരുതിയാൽ എന്റെ അനിയന്റെ സഹകരണം ഉണ്ടാവില്ലെന്ന് തീർച്ചയാണ്. ഞാൻ എങ്ങനെയാണ് സഹകരിക്കേണ്ടത്? വെറുതെ ചെവി തന്ന് കേട്ടിരുന്നാൽ മാത്രം മതിയല്ലോ. എല്ലാം അറിയാം, അല്ലെങ്കിൽ ഒന്നും അറിയണ്ട എന്ന നിന്റെ ഈ ഭാവമാണ് എന്നെ ശുണ്ടി പിടിപ്പിക്കുന്നത്. ചന്ദനൂർ കോവിലകത്തേക്ക് പുറപ്പെട്ടു നിന്ന് ഏട്ടൻ തുടർന്നോളൂ. ഞാൻ കേട്ടിരിക്കുകയാണ്. ചന്ദനൂർ കോവിലകത്ത് വൃദ്ധയായ ഒരു തമ്പുരാട്ടി മാത്രമേ ഇപ്പോഴുള്ളൂ. അവരാണോ യഥാർത്ഥ മേനക ഉണ്ണി? അല്ല, യഥാർത്ഥ മേനക 25ഓളം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു. 28ാം വയസ്സിലോ മറ്റോ. അതോടെ ഗോപാലപുരം കോവിലകവുമായി ബന്ധമുള്ള മേനകയും ഇപ്പോൾ വൈകുണ്ഠം കൊട്ടാരത്തിൽ താമസിക്കുന്ന യുവതിയായ മേനകയും രണ്ടാളെന്ന് എനിക്ക് തിരിച്ചായി. അങ്ങനെയെങ്കിൽ യുവതിയായ മേനകയുടെ വേരുകൾ എവിടെ? ബന്ധുക്കളെവിടെ? ഞാൻ വീണ്ടും അന്വേഷണമായി. ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. കുറച്ചൊക്കെ. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഈ വണ്ടി ഗോപാലപുരത്തേക്ക് തിരിച്ചാൽ മേനകയെ കൊണ്ട് തന്നെ ഞാൻ എല്ലാം പറയിക്കാം. അവൾ പറയുമോ? പറയും. ഞാൻ ആവശ്യപ്പെട്ടാൽ അവൾ എല്ലാം പറയും. നിന്നെ അവൾക്ക് അത്ര ഇഷ്ടമാണ്? അതെ. നിനക്ക് അവളെയും? എന്താ സംശയം? അവൾ ആര് തന്നെയായാലും നീ അവളെ വേണ്ടെന്ന് വെക്കില്ല. തീർച്ച. ചിന്തൂട്ടാ. ചന്തു വിളിച്ചു. ആ മുഖം ഗൗരവപൂർണമായിരുന്നു.
സ്വരം സ്നേഹസംവരണവും. നിന്റെ സ്നേഹത്തിലും നിശ്ചയദാർഢ്യത്തിലും എനിക്ക് മതിപ്പുണ്ട്. എന്നാൽ ചിന്തു കൈനീട്ടി ചന്തുവിന്റെ ചുമലിൽ പിടിച്ചു. നീ സ്നേഹിക്കുന്ന പെൺകുട്ടി അത് അർഹിക്കുന്നില്ല. അല്ലെങ്കിൽ നിന്റെ സ്നേഹം സ്വീകരിച്ച് നിന്നെ സ്നേഹിച്ച് നിന്റെ ഒപ്പം കഴിയാൻ അവൾക്കിനി കഴിയില്ല. എന്തുകൊണ്ട്? ക്ഷോഭത്താൽ ചിന്തുവിന്റെ സ്വരം വല്ലാതെ ഉയർന്നു. ഞാൻ പറഞ്ഞു തരാം. സത്യത്തിൽ മേനകയായി നടിക്കുന്ന ആ പെൺകുട്ടിയോടും എനിക്ക് വിരോധമില്ല. അവളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവളോട് എനിക്ക് സഹാനുഭൂതിയുണ്ട്. എന്നാൽ അവളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഞാൻ ആളല്ല. നിസ്സഹായ ഭാവത്തിലാണ് ചന്തു പറഞ്ഞത്. ചിന്തു വീർപ്പുമുട്ടലോടെ ഏട്ടന്റെ മുഖത്തേക്ക് നോക്കി. നീ മേനകയെ മറക്കണം. മറക്കും. മറന്നേ പറ്റൂ. നോ. ഒരലർച്ച പോലെയായിരുന്നു ചിന്തുവിന്റെ ശബ്ദം. അപ്പോൾ ചന്തു ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് 4 മടക്കിയ ഒരു പേപ്പർ കട്ടിംഗ് പുറത്തെടുത്തു. നിവർത്തി ചിന്തുവിനെ കാണിച്ചു കൊടുത്തു. നോക്കൂ, ഈ ഫോട്ടോഗ്രാഫ്. ചന്തു അനിയനോട് പറഞ്ഞു. ഒരു പത്രവാർത്തയുടെ കട്ടിംഗ് ആയിരുന്നു അത്. അതിന്റെ മധ്യത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രവും. ഇത് മേനകയല്ലേ? ചിന്തു ചോദിച്ചു. അല്ല, നീരജ. നീരജ ഭട്ട്. നീ ആ വാർത്തയും വായിക്കണം. ചിന്തുവിന്റെ കണ്ണുകൾ ആ പഴയ വാർത്തയിലൂടെ നീങ്ങി. ക്രമേണ അവന്റെ ഭാവം മാറി. അവനെ കിതയ്ക്കാനും വിയർക്കാനും തുടങ്ങി. ചന്തുവേട്ടാ, സത്യമാണോ ഈ വാർത്ത? 5 വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയുടെ കട്ടിങ്ങാണിത്. പോലീസിന്റെ ഫയലിൽ സൂക്ഷിച്ചിരുന്നത്. ഓഹോ, ടെറിബിൾ. ചിന്തു കരഞ്ഞുകൊണ്ട് ചന്തുവിന്റെ മടിയിലേക്ക് ചാഞ്ഞു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ചന്തു അനിയന്റെ ശിരസിൽ സ്നേഹപൂർവ്വം തലോടി. സാരല്ല മോനെ, ഇപ്പോഴെങ്കിലും നിനക്ക് ബോധ്യമായല്ലോ കാരണമില്ലാതെ ഏട്ടൻ നിന്നെ എതിർക്കില്ലെന്ന്. ബട്ട് ചിന്തു വിതുമ്പി. ഞാൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നു. ഇപ്പോഴും അവളെ വേണ്ടെന്ന് വെക്കാൻ ഞാൻ അശക്തനാണ്. എനിക്കറിയാം നിന്റെ മനസ്സ്, ദയ കൊണ്ട് നിറഞ്ഞ മനസ്സ്. സത്യത്തിൽ നിന്നോടത്തുള്ള നിമിഷങ്ങൾ അവൾക്ക് ലഭിച്ച വരമായിരിക്കാം. ഒരു കാലത്തും അവളത് മറക്കില്ല. കുറഞ്ഞൊരു കാലമെങ്കിലും അവളിൽ സ്നേഹവും പ്രതീക്ഷയും ചൊരിഞ്ഞെന്ന് നിനക്കും സന്തോഷിക്കാം. അവിടെ ആ കഥ അവസാനിക്കട്ടെ. ഏട്ടാ, ചിന്തുവിന് വീർപ്പുമുട്ടി. മേനക എന്ന യുവതി ഇപ്പോഴും എനിക്കൊരു വിസ്മയമാണ്. തുടക്കത്തിലും അങ്ങനെയായിരുന്നു. ചന്ത തുടർന്നു. ആരോടും അടുപ്പമില്ല, അടുക്കാൻ ആഗ്രഹവുമില്ല. തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടിയൊരു സുന്ദരി. അതിമനോഹരമായ കവിതകൾ എഴുതിയിരുന്ന അവൾ തന്റെ ഒരു ഫോട്ടോഗ്രാഫ് പോലും പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ചു വരാൻ ഇഷ്ടപ്പെട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമുണ്ടാക്കിയത് അവൾ മറ്റുള്ളവരിൽ നിന്ന് നിർബന്ധപൂർവ്വം ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചതായിരുന്നു. എന്റെ അനിയന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് എന്താണ് കുഴപ്പമെന്ന് ഞാൻ അന്വേഷിച്ചു. ഗോപാലപുരത്തെത്തി പലരോടും തിരക്കി. പത്രക്കാരന്റെ അന്വേഷണമല്ല, പോലീസിന്റെ അന്വേഷണം. മേനക ഗോപാലപുരത്തെത്തിയിട്ട് ഏറിയാൽ 5 വർഷമേ ആയിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനു മുമ്പുള്ള മേനകയെക്കുറിച്ച് ഗോപാലപുരംകാർക്ക് യാതൊന്നും അറിയില്ല. എങ്കിൽ മേനകയൊന്ന് നേരിൽ കാണുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഏട്ടൻ അവളെ നേരിൽ കണ്ടിട്ടുണ്ടോ? ചിന്തു ചോദിച്ചു. ഒരിക്കൽ. എല്ലാ ഏകാദശി നാളിലും അവൾ പൂർണ്ണത്രേക്ഷി ക്ഷേത്രത്തിൽ എത്തുമെന്ന് ഞാൻ കേട്ടിരുന്നു. അങ്ങനെയൊരു ഏകാദശി നാൾ രാവിലെ ഞാൻ കാറിൽ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിലെത്തി കാത്തു കടന്നു. അവളെ കണ്ടിട്ട് വിസ്മയമുളവാക്കിയ വിധം സുന്ദരിയായ ഒരു പെൺകുട്ടി, മനോഹരി. എന്റെ ചിന്തൂട്ടൻ ഭാഗ്യവാനാണെന്ന് എനിക്ക് തോന്നി. എന്റെ കാർ കിടന്നിടത്ത് നിന്ന് എത്തിയപ്പോൾ ഞാൻ ആ മുഖം വ്യക്തമായി കണ്ടു. ഒരിക്കൽ കണ്ടാൽ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതാണ് ആ മുഖം. എന്നിട്ട് ചിന്തുവിന് ഉത്കണ്ഠ കൂടി. ഞാൻ പഴയ ഫയലുകൾ തപ്പി. 5 വർഷം മുമ്പുള്ള ആ വാർത്ത തപ്പിയെടുത്തു. അതാണ് നിന്നെ ഞാൻ കാണിച്ചത്. ആ ചിത്രത്തിൽ കണ്ട അതേ മുഖം തന്നെയായിരുന്നു മേനകയ്ക്ക്. സംശയം തീർക്കാൻ പിന്നീട് മേനകയുടെ ഫോട്ടോഗ്രാഫുകളും ഞാൻ സംഘടിപ്പിച്ചു. അവൾക്ക് ദില്ലിയിൽ ഒരു കൊച്ചച്ഛനും ചെറിയമ്മയും ഉണ്ടെന്നും മനസ്സിലാക്കി. എന്റെ ഊഹങ്ങൾ ശരിയായിരുന്നു. ഞാൻ ദില്ലി പോലീസുമായി ബന്ധപ്പെട്ടു. ഏട്ടാ, ചിന്തു വിങ്ങുന്ന മുഖത്തോടെ ഏട്ടനെ നോക്കി. ഇത്രയൊക്കെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക്. നിന്നോട് എന്തെങ്കിലും സൂചിപ്പിച്ചാൽ സംഗതി ആകെ കൊഴിഞ്ഞു പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിൽ പിന്നെ ഇപ്പോ പറഞ്ഞത്? പറയേണ്ട സമയമായതുകൊണ്ട് തന്നെ എന്റെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി. അപ്പോൾ ദില്ലി പോലീസ് മേനകയെക്കുറിച്ച് അറിഞ്ഞു. ഉവ്, അവരിൽ നിന്നാണ് എനിക്ക് നീരജയുടെ വ്യക്തമായ ചിത്രം ലഭിച്ചത്. ചന്തു കാർ നിർത്തി സ്യൂട്ട് കേസ് തുറന്ന് ഒരു ഫയലെടുത്ത് ചിന്തുവിനെ നീട്ടി. നീരജ ഭട്ട് എന്ന പെൺകുട്ടിയുടെ കഥ ഇതിലുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത ആ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ കഥ. അവളുടെ ബന്ധുക്കളിൽ നിന്നും സഹപാഠികളിൽ നിന്നുമായി പോലീസ് ശേഖരിച്ചതാണ്. ഇത് പക്ഷേ കല്യാണിയുടെ കൈക്ഷരമാണല്ലോ. ദില്ലി പോലീസ് നൽകിയ റിപ്പോർട്ട്
ഇംഗ്ലീഷിലുള്ളതായിരിക്കുമെന്ന് അറിയാമല്ലോ. അത് നല്ല മലയാളത്തിൽ മാറ്റിയെഴുതിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി എത്തിയ കല്യാണിയെയാണ് ഞാൻ അതിനെ ആശ്രയിച്ചത്. അവൾക്കാണെങ്കിൽ പിന്നീട് അത് ആഴ്ചപ്പതിനു വേണ്ടി ഉപയോഗിക്കുമാവുമല്ലോ. അപ്പോൾ എല്ലാവരും അറിഞ്ഞു. കല്യാണി പോലും. എന്നെ മാത്രം ഒളിച്ചു. കല്യാണി അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. നിന്നെപ്പോലെ തന്നെയാണ് അവളും എനിക്ക്. 100% വിശ്വസിക്കാം. അവൾ അറിഞ്ഞതുകൊണ്ട് മറ്റൊരു ഗുണവുമുണ്ടായി. നിന്നെക്കുറിച്ച് അവൾക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി. എന്നാലും കല്യാണി അതറിയേണ്ടിയിരുന്നില്ല. ചിന്തു, നിനക്കറിയില്ല, അവൾ ഇപ്പോഴും നിനക്കായി കാത്തിരിക്കുന്നു. സ്നേഹം ഹൃദയത്തിനുള്ളിൽ പൂട്ടിവെച്ച് പുറമേ വെറുപ്പ് നടിക്കുന്നതിലെ അപകടം അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഏതായാലും നീ അത് വായിക്കൂ. ചിന്തുവിന്റെ കയ്യിലിരുന്ന് ആ ഫയൽ വിറച്ചു. പാലക്കാട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാടിന്റെ മകൻ ഡോക്ടർ വിനയചന്ദ്രനും ബംഗാളിയായ നഴ്സ് അപർണയ്ക്കും ദില്ലിയിൽ ജനിച്ച മകൾ നീരജ. സൗന്ദര്യത്തിന്റെ നിറകുടമായ പെൺകുട്ടി, മിടുക്കിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി. അത്രയും കൊണ്ട് മേനകയുടെ കഥ അവസാനിക്കുമായിരുന്നെങ്കിൽ 1 വയസ്സല്ല, നിന്നെക്കാൾ 10 വയസ്സ് കൂടുതലുണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരുമായിരുന്നു. ചന്തു പറഞ്ഞു. ഇതെല്ലാം അവൾ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ചോദിക്കാതെ തന്നെ. ചിന്തു സമ്മതിച്ചു. എന്നാൽ അവളുടെ പേര് നീരജയാണെന്ന് മാത്രം നിന്നോട് പറഞ്ഞില്ലല്ലോ. എന്താ അതുമാത്രം അവൾ ഒളിച്ചത്? ചിന്തുവിന് ഉത്തരമുണ്ടായില്ല. ചന്തു തുടർന്നു. അവൾ നീരജയാണെന്ന കാര്യം വെളിയിൽ മിണ്ടാൻ വയ്യാത്തതുകൊണ്ട് തന്നെ കോളേജിൽ വെച്ച് അവൾക്കൊരു കാമുകനുണ്ടായിരുന്ന വിവരവും നിന്റെ അടുത്ത് ഒളിച്ചിരിക്കുമല്ലോ. ഇല്ല, സന്ദീപ് ചക്രവർത്തി, കോളേജിലെ മോസ്റ്റ് പോപ്പുലർ ഹീറോ, ഉന്നത ശീർഷരായ മാതാപിതാക്കളുടെ ഒറ്റ മകൻ, സുന്ദരൻ, പഠിപ്പിലും മുൻപൻ. അക്കാര്യങ്ങളൊക്കെ ആ ഫയലിലെ കഥകളിലുമുണ്ട്. അവർ തമ്മിൽ കണ്ടുമുട്ടിയതും പിന്നീട് സംഭവിച്ചതുമെല്ലാം. ചിന്തു ഫയലിലേക്ക് മുഖം തിരിച്ചു. ഡ്രൈവിംഗിനിടയിലും ചന്തുവിന്റെ ശ്രദ്ധ അനിയനിലായിരുന്നു. കുറച്ചു സമയം അങ്ങനെ കടന്നുപോയി. നീ അത് വായിക്കാൻ ആവശ്യത്തിലധികം സമയം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോറി ഏട്ടാ, ഞാൻ ഇപ്പോൾ പൂർത്തിയാക്കിയേക്കാം. അതിലെഴുതിയിരിക്കുന്നത് വായിച്ച് നീ വെറുതെ വികാരം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. 5 വർഷങ്ങളുടെ പഴക്കമുള്ള കാര്യങ്ങളാണ്. സംഭവങ്ങൾക്ക് പഴക്കമുണ്ടെങ്കിലും അവയെ നേരിട്ട വ്യക്തി എനിക്ക് പഴയതായിട്ടില്ലല്ലോ. ക്രമേണ പഴയതായിക്കൊള്ളൂ. ഇല്ല, വാശി പോലെയാണ് ചിന്തു പറഞ്ഞത്. അവൻ വീണ്ടും ഫയലിലേക്ക് മുഖം തിരിക്കുകയും ചെയ്തു. നീരജയും സന്ദീപ് ചക്രവർത്തിയും തമ്മിൽ കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും അവനു വേണ്ടി അവൾ പരീക്ഷ എഴുതാതെ വഴിമാറിക്കൊടുത്തതും അങ്ങനെ അവൻ റാങ്ക് നേടിയതും എല്ലാം അതിലുണ്ടായിരുന്നു. നീരജയുടെയും സന്ദീപിന്റെയും സഹപാഠിയായിരുന്ന ഡോക്ടർ ശരണ്യന്റെ വാക്കുകൾ ചിന്തു വായിച്ചു. സത്യത്തിൽ സന്ദീപ് നീരജയെ ചതിക്കുകയായിരുന്നു. മഹാതന്റേടിയായിരുന്നു നീരജ. അസാമാന്യ സുന്ദരിയും. എങ്കിലും അവൾ സ്നേഹമുള്ളവളായിരുന്നു. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറുള്ളവൾ. വെള്ളത്തിൽ വീണ സോപ്പ് കഷ്ണം പോലെ സ്നേഹത്തിൽ അലിഞ്ഞില്ലാതായവൾ. നീരജ ഭട്ടും സന്ദീപ് ചക്രവർത്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും എനിക്കറിയാം. സന്ദീപിൽ നിന്നാണ് ഞങ്ങൾ എല്ലാം അറിഞ്ഞത്. കൂട്ടുകാരി ശരണ്യയുടെ മൊഴിയിൽ നിന്നാണ് പോലീസ് പല പ്രധാന വിവരങ്ങളും മനസ്സിലാക്കിയത്. ശരണ്യ പറയുന്നു, നീരജ പഠനത്തിലും സൗന്ദര്യത്തിലും മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും മിടുക്കിയായിരുന്നു. അതിമനോഹരമായി വയലിൻ വായിച്ചിരുന്നു. ഞങ്ങൾക്കെല്ലാം അവൾ സ്വപ്നസുന്ദരിയായിരുന്നു. സീനിയേഴ്സ് മാത്രമല്ല, ചില അധ്യാപകരും അവളെ മോഹിച്ചിരുന്നു. എന്നിട്ടും അവളെ സ്വാധീനിച്ചത് സന്ദീപ് ചക്രവർത്തിയായിരുന്നു. അവനാകട്ടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി അവളെ കരുവാക്കുകയായിരുന്നു. എക്സാം കഴിഞ്ഞ അന്ന് അവൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി നടത്തി. അതിനിടയിലാണ് അവനെല്ലാം തുറന്നു പറഞ്ഞത്. എനിക്ക് ഇത്രയും വേണ്ടിയിരുന്നുള്ളൂ, ഒരൊന്നാം റാങ്ക്, എന്നെന്നും അഭിമാനിക്കാൻ. നീരജ മാത്രമായിരുന്നു എന്റെ തടസ്സം. അതുകൊണ്ട് ഞാൻ അവളെ സ്നേഹം നടിച്ച് വശത്താക്കി. എന്റെ അഭിനയം അവൾ സീരിയസ് ആയി എടുത്തിരിക്കുന്നു. അതും പറഞ്ഞ് സന്ദീപ് അന്ന് പൊട്ടിച്ചിരിച്ചു. മറ്റൊരു കൂട്ടുകാരി രജനി പറയുന്നു, ഇത്രയും കൊണ്ട് ആ സംഭവ പരമ്പര അവസാനിച്ചുവെന്ന് ഞങ്ങൾ കരുതിയതാണ്. എന്നാൽ തുടർന്നുണ്ടായ ദുരന്തങ്ങൾ, ഒടുവിൽ നീരജയുടെ ആത്മഹത്യ. അതെ, ആത്മഹത്യയില്ലാതെ മറ്റൊരു വഴിയും അവളുടെ മുന്നിലില്ലായിരുന്നല്ലോ. ചിന്തു ഫയൽ അടച്ചു വെച്ചു. തിരിഞ്ഞേട്ടനെ നോക്കി. ചന്തു ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും ചിന്തുവിന്റെ ചലനങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. ചന്തു ചോദിച്ചു, ഇല്ല, ഞാൻ ക്ലൈമാക്സിലെത്തിയില്ല. എന്തേ പിന്നെ നിർത്തിയത്? 5 വർഷങ്ങൾക്ക് മുമ്പ് നീരജ ഭട്ട് ദില്ലിയിൽ ആത്മഹത്യ ചെയ്തുവെന്ന് ചന്തുവട്ടം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിലും അത് തന്നെ എഴുതിയിരിക്കുന്നു. അതെ, 5 വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത നീരജയുടെ ശബ്ദമാണെന്ന് പറഞ്ഞ് ചന്തുവട്ടൻ എന്നെ കേൾപ്പിച്ചത് മേനകയുടെ ശബ്ദമാണ്. മേനകയാണെങ്കിൽ താൻ നീരജയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നീരജ ആത്മഹത്യ ചെയ്തുവെന്ന് പറയുന്നത്? നീരജ ആത്മഹത്യ ചെയ്തതായി ഇനി ഒരാളെ കൊണ്ടുകൂടി ഞാൻ പറയിക്കാം, കേട്ടോളൂ. പറഞ്ഞതും ചന്തു വണ്ടി നിർത്തി.
പഴയൊരു തറവാടിന്റെ പടിപ്പുരയുടെ മുന്നിലാണ് കാർ എത്തിയിരിക്കുന്നത്. ഈ പാതിരാത്രിയിൽ നമ്മൾ ആരെയാണ് ശല്യം ചെയ്യാൻ പോകുന്നത്? ചിന്തു ചോദിച്ചു. രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരാളെ, ഒരു വൃദ്ധനെ. ചിന്തുവിന്റെ മുഖത്ത് അമ്പരപ്പുണ്ടായി. പടിപ്പുരയുടെ വാതിലിന് സാക്ഷിയില്ലായിരുന്നു. അകത്ത് പടിപ്പുരത്തിണ്ണയിൽ ചുരുണ്ടിക്കിടന്നിരുന്ന ഒരു കറുത്ത വൃദ്ധൻ ചാടി എഴുന്നേറ്റു. ഞങ്ങൾ എറണാകുളത്ത് നിന്ന തമ്പുരാന്റെ സ്വന്തം ആളുകളാ. കഴിഞ്ഞ ആഴ്ചയും വന്നിരുന്നു ഞാൻ, ചന്തു വൃദ്ധനെ അറിയിച്ചു. അതെയോ? അയാൾക്ക് ആശ്വാസം. ചന്തു മുന്നിലും ചിന്തു പിന്നിലുമായി അകത്തേക്ക് നടന്നു. ഒരു എട്ടുകെട്ടിന്റെ പൂമുഖത്തേക്കാണ് അവർ എത്തിച്ചേർന്നത്. പൂമുഖ വാതിൽ തുറന്നിട്ടുണ്ട്. വാതിലടഞ്ഞ് ഒരാൾ നിൽക്കുന്നു. മെല്ലിച്ച് പൂണൂൽ ധരിച്ച ഒരാൾ. ഈ നടപ്പാതിരയ്ക്ക് ആരെ വരുന്നതെന്ന് നിരീച്ചു. അയാൾ മെല്ലു പറഞ്ഞു. നടുപ്പാതിരയ്ക്കും ഇവിടെ ആളുകൾ ഉറങ്ങാറില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ പുറപ്പെടാൻ ധൈര്യം കാട്ടിയത്, ചന്തു അറിയിച്ചു. തിരുമേനി അകത്തുണ്ട്, കിടക്കയിൽ. വഴി ഒഴിഞ്ഞുകൊണ്ട് അയാൾ നിന്നു. ഇത് മേനകയുടെ മുത്തച്ഛന്റെ പാലക്കാട്ടുള്ള വീടല്ലേ? ചിന്തു ഊഹിച്ചു. മുറിക്കുള്ളിൽ നിന്ന് എണ്ണയുടെയും കുഴമ്പിന്റെയും ഗന്ധം മുഖത്തേക്കടിച്ചു. അകത്തും മങ്ങിയ വെട്ടമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാ അത്? പതറിയതെങ്കിലും മുഴക്കമുള്ള സ്വരം. എറണാകുളത്ത് നിന്ന് ചന്തുവാണ്, ചന്തു വിനയപൂർവ്വം അറിയിച്ചു. ഉവനകത്ത് വെളിച്ചം തെറഞ്ഞു. വിളക്കുകളുടെയും കോളിംഗ് ബെല്ലിന്റെയും എല്ലാം സ്വിച്ച് കയ്യെത്തുന്ന അകലത്തിൽ ചുവരിലാണ് പിടിപ്പിച്ചിരുന്നത്. വെളിച്ചത്തിൽ നന്നേ വെളുത്തു ചടച്ച ഒരു വൃദ്ധരൂപം കിടക്കയിൽ കാണായി. ആകെ ക്ഷീണിതനെങ്കിലും ആ മുഖത്ത് നിറഞ്ഞ ഐശ്വര്യം. സർക്കിൾ ഇൻസ്പെക്ടർ ചന്തു? കണ്ണിന് മുകളിൽ കൈ തടവി പിടിച്ചുകൊണ്ടാണ് ചോദ്യം. ചന്തു അകത്ത് കടന്നു. ചിന്തുവിനോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാട്ടി. അവൻ അകത്തെത്തി. ഏട്ടൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? മേനകയുടെ രഹസ്യം കണ്ടെത്തുവാനോ? ചിന്തുവിന് മനസ്സിലായില്ല. എന്റെ മകന്റെ മകൾ ആത്മഹത്യ ചെയ്തിട്ടില്ല, എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? വൃദ്ധൻ ദയനീയമായി ചന്തുവിനെ നോക്കി. അതെ, ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നു. ദില്ലിയിൽ വെച്ച് കത്തിക്കറിഞ്ഞ ദേഹം കണ്ടുകിട്ടിയിരുന്നുവെന്ന് ഞങ്ങളുടെ കുട്ടിയതാണെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാരും വെച്ചാ ബന്ധുക്കളും സഹപാഠികളും. ആ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ തളർന്ന് ഈ കിടക്കയിൽ വീണതാണ്. പിന്നീട് എഴുന്നേറ്റിട്ടില്ല. പേരക്കുട്ടികൾ എനിക്ക് വേറെയുമുണ്ട്. എങ്കിലും എന്റെ നീരുവായിരുന്നു എനിക്കെല്ലാം. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടി. സങ്കടപ്പെടാൻ മാത്രമായി അവൾ ജനിച്ചു. വൃദ്ധൻ ഏങ്ങലടിച്ചു. ചന്തുവിനും വിഷമം തോന്നി. അതിലേറെ സങ്കടാവസ്ഥയിലായിരുന്നു ചിന്തു. നീരജയ്ക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ? അതെങ്ങനെ അവൾക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുന്നത്? അവൾക്കിനി പുനർജന്യം ഉണ്ടാകുമെന്നോ? അപ്പോൾ നീരജ മരിച്ചെന്ന് തന്നെയാണോ ഭട്ടതിരിപ്പാട് പറയുന്നത്? തെല്ല് ഈർഷ്യയിലാണ് ചന്തു ചോദിച്ചത്. അല്ലാതെ പിന്നെ? വൃദ്ധനായ ഭട്ടതിരിപ്പാടിന്റെ ചുണ്ടുകൾ വിറച്ചു. മരണം കാത്തിയിടക്കുന്ന ആൾ ഇങ്ങനെ കള്ളം പറഞ്ഞാലോ? ചന്തുവിന്റെ ചുണ്ടുകൾ പുച്ഛത്തിൽ കോടി. ഭട്ടതിരിപ്പാടിന്റെ ചുണ്ടുകൾ വിറച്ചു. നീരജ മുത്തശ്ശിനി കാണാൻ ഇവിടെ വരാറുണ്ട്. വളരെ പ്രയത്നിച്ചാണ് ഞാനത് കണ്ടുപിടിച്ചത്. ഭട്ടതിരിപ്പാടിന്റെ കണ്ണുകൾ അപ്പോഴും തുറന്നപടി ഇരിക്കുകയാണ്. മുത്തശ്ശിന്റെ നിർദ്ദേശപ്രകാരം അവൾ എല്ലാ ശിവരാത്രി ദിനത്തിലും ആലുവ മണപ്പുറത്ത് പോയി മാതാപിതാക്കൾക്ക് വേണ്ടി ബലിയിടാറുണ്ട്. ചിന്തുവിൽ പൊടുന്നനെ ഒരു ചലനമുണ്ടായി. ഇത്തവണ അവൾ ആലുവ മണൽപ്പുറത്ത് പോയപ്പോൾ അവളുടെ ഒപ്പം ഒരു ചെറുപ്പക്കാരൻ കൂടിയുണ്ടായിരുന്നു. എന്റെ അനിയൻ ചിന്തു. ഭട്ടതിരിപ്പാടിന്റെ കണ്ണുകൾ ഒന്ന് ചലിച്ചു. ആ മുഖത്ത് അമ്പരപ്പുണ്ടായി. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് അവനും ജോലി. പക്ഷെ പോലീസ് ആവാൻ അവന്റെ മനസ്സിന് കഴിയില്ല. ഒരു അധ്യാപകനെ അയക്കാം, അതാണ് അവന് യോജിച്ച പണി. ഭട്ടതിരിപ്പാട് വരണ്ട ചുണ്ടുകളൊന്ന് കടിച്ചു നനച്ചു. ചന്ത തുടർന്നു. എന്റെ ചിന്തുവും തിരുമേനിയുടെ കൊച്ചുമകൾ നീരജയും തമ്മിൽ സ്നേഹത്തിലാണ്. അവർ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നു. നാളെ ഗോപാലപുരത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവർ ഒരുമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീരജ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ചിന്തുവിൽ ഒരു നടുക്കമുണ്ടായി. അവൻ വിസ്മയത്തിൽ ഏട്ടനെ നോക്കി. അടിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോയ വഴിക്ക് അടിക്കുക എന്നതാണല്ലോ പ്രമാണം. നമ്മൾ രക്ഷകർത്താക്കൾക്ക് അതല്ലേ കഴിയൂ. പൊടുന്നനെ വെട്ടത്തിരിപ്പാടിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ അനിയൻ നല്ലവനാ, അവനെ തിരുമേനിക്ക് വിശ്വസിക്കാം. ഈ വിവാഹത്തിന് തിരുമേനിയുടെ അനുവാദം വാങ്ങാൻ വന്നതാണ് ഞങ്ങൾ. എന്നിട്ടും ഭട്ടതിരിപ്പാടിന് ശബ്ദിക്കാനുള്ള ശക്തി കിട്ടിയില്ല. വിവാഹസാരി വരെ അവൻ എടുത്തു കഴിഞ്ഞു. എങ്കിലും താൻ ആരാണെന്ന് നീരജ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല. നീരജ ജീവിച്ചിരിക്കുന്നുവെന്നും സമ്മതിക്കാനുള്ള സത്യസന്ധത തിരുമേനിക്കുമുണ്ടായില്ല. പെട്ടെന്ന് ഒരു സ്ഫോടനത്തിൽ എന്നോണം ഭട്ടതിരിപ്പാടിന്റെ ചുണ്ടുകൾ വിടർന്നു. ഞാൻ പറയാതെ, ഞാൻ സമ്മതിക്കാതെ നിങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞില്ലേ? ഉവ്, തക്കതായ തെളിവുകൾ ലഭിച്ചത് കൊണ്ടാണ് ഉറപ്പിച്ചത്. സത്യത്തെ നേരിടാനുള്ള തന്റെ ഇടമുള്ളത് കൊണ്ടാണ് എന്റെ അനിയനെ കൊണ്ട് നിങ്ങളുടെ കൊച്ചുമകളെ വിവാഹം ചെയ്യിക്കാൻ ഞാൻ സന്നദ്ധനായത്.
അനിയനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് എന്റെ നാവിൽ നിന്ന് തന്നെ എല്ലാം കേൾക്കണം. എന്നെക്കൊണ്ടത് പറയിക്കണം. എന്നിട്ടത് റെക്കോർഡാക്കണം. തിരുമേനി പറയാതെ തന്നെ എല്ലാ റെക്കോർഡുകളും എന്റെ കൈവശം എത്തിയിട്ടുണ്ട്. പോലീസിന് അത്രയും മതി. പിന്നെ തിരുമേനിയുടെ വാക്കുകൾക്ക് ഇവനിൽ വിശ്വാസമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അത്രയും ഞാൻ ആശിച്ചുള്ളൂ. നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? വെങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ഭട്ടതിരിപ്പാട് ചോദിച്ചത്. നീരജ ആത്മഹത്യ ചെയ്തുവെന്നത് സത്യമാണോ എന്ന് ഭട്ടതിരിപ്പാടിന്റെ നാവിൽ നിന്ന് അറിയണം. അവൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതെവിടെയാണെന്നും. നീരജയെ സംബന്ധിച്ചെല്ലാം ദില്ലി പോലീസിന്റെ ഫയലുകൾ സഹിതം എന്റെ കൈവശമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞാൽ മതി. ചോദ്യങ്ങൾ കൊണ്ട് എന്നെ ഭയപ്പെടുത്താം, പക്ഷേ അവൾ ഭയപ്പെടില്ല. ഞങ്ങൾക്ക് വേണ്ടിയാണ് അവൾ ഈ ഒളിച്ചു കളിക്ക് തയ്യാറായത്, ഞങ്ങളുടെ നിർബന്ധം മൂലം. തറവാടിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയോ? അതോ? തറവാടിന്റെ മാനവും ഒരു പ്രശ്നമായിരുന്നു, പക്ഷെ അതിലും വലുത് അവളായിരുന്നു, അവളുടെ ഭാവി ജീവിതം. അവൾ ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരിയായിരുന്നു. ആ ആത്മഹത്യ വാർത്ത എങ്ങനെ കെട്ടിച്ചമച്ചു? കെട്ടിച്ചമച്ചതല്ല. നീരു ഡൽഹിയിൽ നിന്ന് പോന്ന് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കേടുവന്ന മൃതദേഹം അവിടെ ഒരു വിജനപ്രദേശത്ത് കണ്ടെത്തിയത്. പോലീസ് അത് നീരുവിൻ്റെതാണെന്ന സംശയത്തിൽ ദില്ലിയിലുള്ള എന്റെ ഇളയ മകനെ വിളിച്ചുകൊണ്ടുപോയി കാണിച്ചു. നീരുവിനെ ഞങ്ങൾ ദില്ലിയിൽ നിന്ന് മാറ്റിയിരിക്കുകയായിരുന്നല്ലോ. അവൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ഇതൊരവസരമാണെന്ന് തോന്നി. അതുകൊണ്ട് ആ അജ്ഞാത മൃതദേഹം നീരുവിൻ്റെതാണെന്ന് എന്റെ മോൻ സമ്മതിച്ചു. അപ്പോ നീരജ മരിച്ചിട്ടില്ല. ചന്തു മെല്ലെ ചിരിച്ചു. പിന്നെ അർത്ഥഗർഭമായി അനിയനെ നോക്കി. നീരജ മരിച്ചിട്ടില്ല എന്ന് നിങ്ങളല്ലേ എന്നെ അറിയിച്ചത്? ഭട്ടതിരിപ്പാട് ഈർഷ്യയോടെ ചന്തുവിൽ നിന്ന് മുഖം തിരിച്ചു. നീരജ മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ആദ്യം മുതലേ അറിയാമല്ലോ. മറ്റുള്ളവരും ആ രഹസ്യം അറിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങളെ അറിയിച്ചത് ഞാനായിരിക്കാം. സമ്മതിക്കുന്നു. ചന്തു വീണ്ടും ചിരിച്ചു. മതിയല്ലോ, ഇനി എനിക്ക് കണ്ണടിച്ച് കുറച്ചുനേരം കിടക്കാമല്ലോ, ഇല്ലേ? ഭട്ടതിരിപ്പാട് ചോദിച്ചു. നീരജ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് പറഞ്ഞില്ല. ചന്തു ഓർമ്മിപ്പിച്ചു. അതും ഞാൻ പറയണമോ? അതോ ഞാൻ പറയാതെ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയില്ലെന്നുണ്ടോ? എങ്കിൽ ഞാൻ പറയുന്നില്ല. എന്റെ കുട്ടി വേണമെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ. ഭട്ടതിരിപ്പാട് ബലമായി ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. രക്ഷപ്പെടാനോ? നീരജയോ? ചന്തു പൊട്ടിച്ചിരിച്ചു. നാളേക്ക് പുലരുമ്പോഴേക്കും ഗോപാലപുരത്തെ വൈകുണ്ഠം കൊട്ടാരം പോലീസ് വളഞ്ഞിരിക്കും. ഭട്ടതിരിപ്പാടിൽ മാത്രമല്ല, ചിന്തുവിലും ഭയങ്കരമായ നടുക്കമുണ്ടായി. ഇരുവരും ഭീതിയിൽ ചന്തുവിനെ നോക്കി. ചന്തുവിന്റെ ചുണ്ടിൽ നിന്ന് അപ്പോഴും ചിരി മാഞ്ഞിരുന്നില്ല. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ? നെഞ്ചു തകർന്നെന്നോണം ഭട്ടതിരിപ്പാട് ചന്തുവിനോട് ചോദിച്ചു. മധുരമായി ചോദിച്ച് എന്റെ നാവുകൊണ്ട് തന്നെ എല്ലാം പറയിച്ചു. നിങ്ങളുടെ അനുജനെ കൊണ്ട് എന്റെ കുട്ടിയെ വിവാഹം ചെയ്യിച്ചു കൊള്ളാമെന്ന് വരെ പ്രലോഭിപ്പിച്ച്. ദുഷ്ടൻ! ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് എന്ത് പാരിതോഷികം കിട്ടും? അതിലിരട്ടി ഞാൻ തരാം. ചന്തുവിന്റെ മുഖം ദീനമായി. പാരിതോഷികം മോഹിച്ച് ജോലി ചെയ്യുന്നവനല്ല ഞാൻ. ഈ കേസിന്റെ പേരിൽ പ്രൊമോഷൻ ലഭിച്ചാൽ അതും ഞാൻ വേണ്ടെന്ന് വെക്കും. എന്റെ അനുജനെ കൊണ്ട് നിങ്ങളുടെ കുട്ടിയെ വിവാഹം ചെയ്യിച്ചു കൊള്ളാമെന്ന് പറഞ്ഞതും സത്യമാണ്. എന്റെ അനുജനും അത് ആഗ്രഹിക്കുന്നു. എന്നിട്ടാണോ നാളെ പുറമുഴുമ്പോഴേക്കും വൈകുണ്ഠ കൊട്ടാരം പോലീസ് വളഞ്ഞിരിക്കുമെന്ന് പറഞ്ഞത്? അതെന്റെ ഡ്യൂട്ടി. എന്നിൽ കർത്തവ്യനിരതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സ്നേഹസമ്പന്നനായ ഒരു ഏട്ടനും ഹൃദയാലുവായ ഒരു മനുഷ്യനും ഒരുമിച്ച് ജീവിക്കുന്നു. ഈ 3 റോളിനോടും എനിക്ക് നീതി പുലർത്തണം. നിങ്ങൾക്കത് സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. തിരുമേനിക്ക് എന്റെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഇനി എന്താണ് വേണ്ടത്? ഒരു മുത്തശ്ശന്റെ സങ്കടം എനിക്ക് മനസ്സിലാകും. എന്നാൽ അങ്ങയിലെ മുത്തശ്ശൻ അല്പം ധൈര്യം കാണിക്കണം. നീരജ പോലും എന്നോട് സഹകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതെ. ഭട്ടതിരിപ്പാടിന്റെ ചുണ്ടുകൾ വിറച്ചു. ഈ മുത്തശ്ശൻ ധീരനാകാം. എന്ത് വേണമെന്ന് പറഞ്ഞോളൂ. ദില്ലി പോലീസ് ഏൽപ്പിച്ച ഫയലിൽ എല്ലാ വിവരങ്ങളുമുണ്ട്. എന്നാൽ ആ അവസാന സംഭവങ്ങൾക്ക് വ്യക്തത പോരാ. ഭട്ടതിരിപ്പാട് നിർനിമേഷം ചന്തുവിനെ നോക്കി കിടക്കുകയാണ്. ആ അവസാന രംഗത്തെക്കുറിച്ച് നീരജ അങ്ങയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതായാലും നിങ്ങൾ അവളെ കാണുമല്ലോ. അവളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കുന്നതല്ലേ ഉചിതം. എന്നിലെ പോലീസ് ഉദ്യോഗസ്ഥൻ അത് മതി. എന്നാൽ എന്നിലെ ഏട്ടന്, എന്നിലെ മനുഷ്യന് ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ മോഹമുണ്ട്. അവളെ മനസ്സിലാക്കാൻ, ആ വിധമെല്ലാം സഹായിക്കാൻ. ഭട്ടതിരിപ്പാടിന്റെ മുഖത്ത് മാറ്റമുണ്ടായി. നിങ്ങൾ രണ്ടാളും ഏറെ നേരമായല്ലോ നിൽക്കുന്നു. ഇരിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ ഞാൻ പറയാം. അല്ലെങ്കിൽ ഈ കിടക്കയുടെ അരികിലിരിക്കാം. വേണ്ട, ഇരിക്കാൻ ഇനി അധിക സമയമില്ല. ഞങ്ങൾക്ക് മടങ്ങിപ്പോണം. എങ്കിൽ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. ഭട്ടതിരിപ്പാട് ആരംഭിച്ചു. ഓർക്കാപ്പുറത്താണ് ഒരു ഈസൻ സന്ധ്യയ്ക്ക് എന്റെ ഇളയ മകൻ, അതായത് നീരജയുടെ കൊച്ചച്ഛൻ അവളെ ഇവിടെ കൊണ്ടുവന്നത്. ഒരു വരണ്ട വേനൽ സന്ധ്യയിൽ. ഭട്ടതിരിപ്പാട് പഴയ ഓർമ്മകളിൽ അടുക്കാനെന്നോണം
2-3 നിമിഷങ്ങൾ നിശ്ചലം കിടന്നു. ചന്തുവും ചിന്തുവും കൈകെട്ടി നിൽക്കുകയാണ്. അവധിക്കാലത്ത് അവൾ ഇവിടേക്ക് വരാറുണ്ട്, എന്റെ ഒപ്പം കഴിയാൻ. മുത്തശ്ശൻ അവളുടെ ജീവനാണ്. വരും മുമ്പേ എഴുതും. തീവണ്ടിക്കായിരിക്കും വരവ്. ഞാനും കാര്യസ്ഥൻ തിരുമുൽപ്പാടും കൂടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കാത്തു നിൽക്കും. അതാണ് പതിവ്. നീരജയാണെങ്കിൽ ഇപ്പോൾ എന്തോ അസുഖം ബാധിച്ച മട്ടിലാണ് വന്നിരിക്കുന്നത്. അവളുടെ കൊച്ചച്ഛനാണെങ്കിൽ വല്ലാത്ത ഭയവും. ഇവളെ കുറെ നാൾ എവിടെയെങ്കിലും ഭദ്രമായി മാറ്റി പാർപ്പിക്കണം. അവൻ എന്റെ അടുത്ത് അറിയിച്ചു. കാരണം തിരക്കിയപ്പോൾ എന്റെ കാതിലാണ് അവനത് പറഞ്ഞു തന്നത്. ഭട്ടതിരിപ്പാട് കിതച്ചു. അന്ന് ഞാൻ ഈ കിടക്കയിലേക്ക് തളർന്നു വീണതാണ്. പിന്നീട് എഴുന്നേറ്റിട്ടില്ല. 5 വർഷമായി ഇതേ കിടപ്പ് കിടക്കുന്നു. കാലിനും എന്റെ വേണ്ടാതായി. പിന്നീട് നീരജയുടെ അവസ്ഥ. നീരജയെ എന്റെ അടുത്താക്കി ആ രാത്രിയിൽ തന്നെ എന്റെ മകൻ മടങ്ങിപ്പോയി. അവൻ ദില്ലിയിലില്ലെന്നറിഞ്ഞാൽ ആളുകൾ സംശയിക്കില്ലേ? അവിടെ ചോദിച്ചവരോടൊക്കെ നീരജ എവിടെ പോയി എന്നറിയില്ല എന്നാണ് അവനും ഭാര്യയും പറഞ്ഞത്. കുട്ടിയെ കാണാനില്ലെന്ന് പോലീസിലൊരു പരാതി നൽകി. അങ്ങനെയാണ് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടിയപ്പോ പോലീസുകാർ അവനെ വിവരമറിയിച്ചതും അത് നീരജയാണെന്ന് അവനും ഭാര്യയും സമ്മതിച്ചതും. ദില്ലിയിൽ നടന്നതെല്ലാം എന്റെ ഫയലിലുണ്ട്. ഇവിടെ എത്തിയ ശേഷം നീരജയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത്. ഇവിടെ എത്തിയ ശേഷം ഭട്ടതിരിപ്പാടിന്റെ സ്വരം വിറച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെയായി. പാലക്കാട്ടുള്ള തറവാടിന്റെ വീടിനെ പറ്റി എല്ലാവർക്കും അറിയാം. നീരജയെ തേടി പോലീസ് ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നും അവളുടെ കൊച്ചച്ഛൻ രവി എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും അവളെ മാറ്റേണ്ടത് ആവശ്യമായിരുന്നു. എങ്കിലും ആ രാത്രിയിൽ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ വിവരം ഞാൻ എന്റെ കാര്യസ്ഥനെ അറിയിച്ചു. എനിക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ അയാൾ അറിയാത്ത രഹസ്യങ്ങളില്ല. ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറുള്ളവനാണ് ആൾ. പിറ്റേന്ന് സന്ധ്യയ്ക്ക് നീരജയും കൊണ്ട് തിരുമുൽപ്പാട് മംഗലാപുരത്തിന് പുറപ്പെട്ടു. മംഗലാപുരത്തെവിടെ? അവിടെ തിരുമുൽപ്പാടിന് പരിചയമുള്ളൊരു പോറ്റിമടവും അയാൾ ഇടയ്ക്കിടെ ഭജനത്തിന് പോകുന്നൊരു അമ്പലവുമുണ്ട്. 1 മാസം മുഴുവൻ എന്റെ നീരു അവിടെയായിരുന്നു. അതിനിടയിൽ 4-5 വട്ടമെങ്കിലും പോലീസ് ഇവിടെ വന്ന് സെർച്ച് നടത്തിയിട്ട് പോയി. ദില്ലിയിൽ അജ്ഞാതയായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയോടെയാണ് പിന്നീട് ആ വരവ് നിന്നത്. പോലീസ് ആത്മഹത്യ ചെയ്തുവെന്ന ധാരയിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. മംഗലാപുരത്ത് നിന്ന് നീരജ എവിടേക്കാണ് പോയത്? തിരുനെല്ലിയിലുള്ള തിരുമുൽപ്പാടിന്റെ തറവാട്ടിലേക്ക്. അവിടെ 3 മാസം. പോലീസ് ശല്യം ഏതാണ്ട് ഒഴിഞ്ഞുവെന്ന് ഉറപ്പായി. ആയിടെയാണ് ഗോപാലപുരത്ത് ഒരു പഴയ കൊട്ടാരം വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞത്. ഗോപാലപുരം എനിക്ക് പരിചിതമാണ്. അവിടുത്തെ ക്ഷേത്രത്തിൽ ഞാനും ഭജനത്തിന് പോയിട്ടുണ്ട്. കുറെ കോവിലകങ്ങളും കുടിലുകളും മാത്രമുള്ള സ്ഥലം. എന്റെ നീരുവിന് അവിടെ സ്വകാര്യത ലഭിക്കുമെന്നും ഒളിച്ചു താമസിക്കാൻ കഴിയുമെന്നും തോന്നി. 2 ആഴ്ചയ്ക്കുള്ളിൽ ആ കൊട്ടാരം ഞാൻ വിലയ്ക്ക് വാങ്ങി, എന്റെ പേരിൽ. അങ്ങനെയാണല്ലോ തിരുമേനിയുടെ മേൽവിലാസം എനിക്ക് കണ്ടുകിട്ടിയത്. ചന്തു പുഞ്ചിരിച്ചു. ഭട്ടതിരിപ്പാട് വിസ്മയത്തിൽ ചന്തുവിനെ നോക്കി. ചന്തു തുടർന്നു. മേനക ഉണ്ണിയുടെ രഹസ്യം തേടിയാണ് ഞാൻ ചന്ദന്നൂർ കോവിലകത്ത് ചെന്നത്. അവിടെ നിന്നാണ് വൈകുണ്ഠം കൊട്ടാരം ഇപ്പോൾ ഒരു ഭട്ടതിരിപ്പാടിന്റെ കൈവശമാണെന്ന് മനസ്സിലായത്. ഉടനെ ഗോപാലപുരത്തെ രജിസ്റ്റർ ഓഫീസിൽ തപ്പി. താങ്കളുടെ മേൽവിലാസം എനിക്ക് ലഭിച്ചു. തിരുമേനി കഥ തുടർന്നോളൂ, ഞങ്ങൾക്ക് മടങ്ങേണ്ട സമയം അടുത്തു. കഥ അവസാനിച്ചു കുട്ടി. ഭട്ടതിരിപ്പാടിന്റെ ചുണ്ടിൽ വിഷാദാർദ്രമായ ഒരു ചെറുചിരി വിടർന്നു. ഗോപാലപുരത്തെ എന്റെ കുട്ടിയെ ആരും തിരിച്ചറിയില്ല എന്ന് ഞാൻ വിചാരിച്ചു, പ്രതീക്ഷിച്ചു, മോഹിച്ചു. വൈകുണ്ഠം കൊട്ടാരം 25 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മേനക ഉണ്ണിയുടെ പേരിലായിരുന്നു. അതുകൊണ്ട് നീരജയും ആ പേരിലാണ് അവിടെ താമസിച്ചത്. ജീവിച്ചിരിക്കുന്ന നീരജ മരിച്ചതായി രേഖയുണ്ടാക്കിയതുപോലെ മരിച്ചുപോയ മേനക ഉണ്ണി ജീവിച്ചിരിക്കുന്നതായി ചരിത്രമുണ്ടാക്കി. മേനക ഉണ്ണിയുമായോ ചന്ദന്നൂർ കോവിലകവുമായോ ബന്ധപ്പെടാതിരുന്ന ഗോപാലപുരത്തുകാർ ആ നുണ വിശ്വസിച്ചു. എന്നിട്ട് അതിശയകരമായ പല കഥകളും പറഞ്ഞു പരത്തി. ഗോപാലപുരം എന്റെ കുട്ടിയെ ആവുവിധമെല്ലാം ഉപദ്രവിച്ചു. എങ്കിലും ഒരാശ്വാസമുണ്ടായിരുന്നു, ആരും അവളെ തിരിച്ചറിഞ്ഞല്ലോ എന്ന്. എല്ലാം കുഴപ്പത്തിലാക്കിയത് എന്റെ അനിയൻ ചിന്തുവാണ്. മേനകയിൽ നിന്ന് അവനെ തിരിച്ചെടുക്കാനാണ് ഞാൻ അന്വേഷണം ആരംഭിച്ചത്. അപ്പോഴാണ് ഒളിച്ചിരുന്ന നീരജയെ കണ്ടെത്തിയതും. വേണ്ടായിരുന്നു. സന്ദീപ് ചക്രവർത്തിയുടെയും നീരജയുടെയും അവസാന രംഗങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് സംഭവിച്ചത്? വളരെ നിസ്സാരമായാണ് അവൾ അതെന്നോട് പറഞ്ഞത്. ഭട്ടതിരിപ്പാട് അറിയിച്ചു. മദ്യലഹരിയിൽ മയങ്ങിപ്പോയ സന്ദീപിന്റെ കഴുത്തിലെ ഞരമ്പുകൾ അവൾ കട്ട് ചെയ്തു. മരിച്ചുവെന്ന് ഉറപ്പാകും വരെ അവൾ അവന് കാവൽ നിന്നു. പിന്നെ ഓടി പുറത്തു കടന്നു. പറഞ്ഞു നിർത്തി ഭട്ടതിരിപ്പാട് പൊട്ടിക്കരഞ്ഞു. ചന്തുവും ചിന്തുവും പ്രതിമ കണക്കി നിന്നു. ഒരു ഉറുമ്പിനെ നോവിച്ചാൽ പോലും സങ്കടപ്പെടുന്ന തരമായിരുന്നു എന്റെ കുട്ടി. എന്നിട്ടും അവൾ ഒരു കൊല ചെയ്തു. ഒരിക്കൽ അവൾ എല്ലാം മറന്ന് സ്നേഹിച്ച പുരുഷനെ. നീരജയുടെ കൊച്ചച്ഛൻ രവി അന്ന് തന്നെ അവളെയും കൊണ്ട് ദില്ലി വിട്ടു. എങ്ങനെയും അവളെ രക്ഷപ്പെടുത്താനാണ് അവൻ ശ്രമിച്ചത്. എന്നിട്ടെന്ത്? 5 വർഷം തള്ളിക്കിട്ടിയെന്ന് മാത്രം.
കൊലക്കുറ്റം മാത്രമല്ലല്ലോ ഇപ്പോൾ എന്റെ കുട്ടിയുടെ പേരിൽ. ഇത്രയും കാലം ഒളിച്ചു കഴിഞ്ഞതിന്റെ ശിക്ഷ കൂടി അവൾ പേറണ്ടേ? ഏതായാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ചന്തു മെല്ലെ ചിരിച്ചു. ജീവപര്യന്തം ലഭിച്ചേക്കാം. ചിലപ്പോ പെണ്ണെന്നത് പരിഗണിച്ചും കൊല ചെയ്യാനുള്ള സാഹചര്യം കണക്കിലെടുത്തും എന്തെങ്കിലുമൊക്കെ ഇളവുകളും കിട്ടിയേക്കാം. ചന്തു തിരിഞ്ഞ് അനിയനെ നോക്കി. അവൾ മടങ്ങി വരും വരെ കാത്തിരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ? കഴിയും. ചിന്തുവിന്റെ സ്വരം ദൃഢമായിരുന്നു. അവൾ മടങ്ങി വന്നില്ലെങ്കിലും ഞാൻ കാത്തിരിക്കും. ചന്തു തിരിഞ്ഞു ഭട്ടതിരിപ്പാടിനെ നോക്കി പുഞ്ചിരിച്ചു. ആശ്വസിക്കൂ മുത്തശ്ശ. ചന്തു അദ്ദേഹത്തിന്റെ പാദത്തിൽ തൊട്ടു. കൊല ചെയ്തിട്ട് ഒളിവിൽ കഴിഞ്ഞതിനേക്കാൾ സുഖം അല്പം വൈകിട്ടാണെങ്കിലും ശിക്ഷ കഴിഞ്ഞു മടങ്ങിവെന്ന് സ്വതന്ത്രമായി ജീവിക്കുന്നതാണ്. ഭട്ടതിരിപ്പാടിന്റെ കണ്ണുകൾ നിറഞ്ഞു. സമയമേറെയായി. ചന്തു വാച്ചിൽ നോക്കി. നേരം പുലരുമ്പോഴേക്കും ഞങ്ങൾക്ക് അങ്ങ് എത്തണം. എന്റെ അനിയന് ഞാൻ വാക്കുകൊടുത്തിരിക്കുന്നതും അങ്ങനെയാണ്. അപ്പോഴും ഭട്ടതിരിപ്പാടിന് ശബ്ദിക്കാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം വലത് കൈത്തലം ഉയർത്തി യാത്രാനുമതി നൽകി. ചന്തുവും ചിന്തുവും തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. കാറിൽ കയറും വരെ ഇരുവരും ശബ്ദിച്ചില്ല. വണ്ടി നീങ്ങിയതും ചിന്തു ചോദിച്ചു, ഏട്ടൻ അദ്ദേഹത്തോട് പറഞ്ഞത് സത്യമാണോ? എന്ത്? ചിന്തു അനിയനെ നോക്കി. മേനകയെ, അല്ല നീരജയെ ഞാൻ കല്യാണം കഴിക്കുന്നത് ഏട്ടന് സമ്മതമാണെന്ന്. ഞാൻ സമ്മതിച്ചിട്ടും കാര്യമില്ലല്ലോ. പുലരുമ്പോഴേക്കും അവളെ പോലീസ് കൊണ്ടുപോകില്ലേ? പോലീസ് കൊണ്ടുപോയാലും ഏട്ടൻ പറഞ്ഞതുപോലെ കോടതി അവളെ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ലല്ലോ. ശിക്ഷ കഴിഞ്ഞ് അവൾ മടങ്ങി വരും വരെ ഞാൻ കാത്തിരിക്കും. അവൾ മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ ഏട്ടൻ തയ്യാറാകുമോ? തീർച്ചയാവും. ഏട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ യൗവനം, ഞങ്ങളുടെ ഈ നല്ല കാലം വൃഥാവിലായി പോകുമല്ലേ ഏട്ടാ? അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഏട്ടൻ വിചാരിച്ചാൽ. ചന്തു ഞെട്ടലോടെ ചിന്തുവിനെ നോക്കി. ഏട്ടൻ എന്നെ ഒന്ന് സഹായിക്കുമോ? എന്നോടല്പം ദയ കാട്ടുമോ? നീ പറയടാ. നീരജയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഡൽഹി പോലീസ് അറിഞ്ഞു കഴിഞ്ഞെന്നുമല്ലേ പറഞ്ഞത്? ഡൽഹി പോലീസ് മാത്രമല്ല, ഇവിടുത്തെ പോലീസും അറിഞ്ഞിരിക്കുന്നു. എന്നാലും ഏട്ടനൊന്ന് മനസ്സ് വെച്ചാ ഞാൻ അവളെയും കൊണ്ട് എവിടെയെങ്കിലും പൊയ്ക്കേളാം. എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. ചിന്തു. ചന്തുവിന്റെ ശബ്ദമുയർന്നു. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാൻ എന്നെ അനുവദിക്കൂ ഏട്ടാ. അപ്പോ നേർവഴിയിലല്ല നിന്റെ ചിന്ത. നേർവഴി. ചിന്തുവിന് ശുണ്ടി വന്നു. ചാകാനുള്ളവൻ ചത്തു. ഒന്നും രണ്ടുമല്ല, 5 വർഷവും കഴിഞ്ഞു. ചെയ്ത കുറ്റത്തിന്റെ 10 ഇരട്ടിയെങ്കിലും ശിക്ഷയും അവൾ അനുഭവിച്ചു. ഇനിയെങ്കിലും അവളെ ജീവിക്കാൻ വിട്ടുകൂടെ? അതുകൊണ്ട് ഏട്ടനെന്ത് നഷ്ടം? നീരജയുടെ മുത്തച്ഛൻ ചോദിച്ച പോലെ ഒരു പ്രമോഷനോ? ചിന്തു. ചന്തു അങ്ങേയറ്റം ശാന്തനായി. ഈ അന്വേഷണം തുടങ്ങിയത് ഞാൻ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ സംഗതികൾ കൈവിട്ടു പോയിരിക്കുന്നു. എന്റെ സുപ്പീരിയേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഞാൻ നീങ്ങുന്നത്. എന്റെ ഓരോ ചലനവും അവൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. നീയും അവരുടെ ദൃഷ്ടിപഥത്തിൽ തന്നെയാണ്. നീയും അവളുമായുള്ള ബന്ധവും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ചിന്തു ഒരു ജീവച്ഛവമായി മാറിയിരുന്നു. ചന്തു തുടർന്നു. ഇനി ഞാൻ വിചാരിച്ചാൽ നിന്നെ സഹായിക്കാനാവില്ല മോനെ. ചിന്തു ശബ്ദിച്ചില്ല. തൃശ്ശൂരുള്ള ഒരു ഹോട്ടലിൽ SP നമ്മെ കാത്തിരിപ്പുണ്ട്. അവിടെയാണ് നമ്മുടെ അത്താഴം. ഈ കൊച്ചു വെളുപ്പം കാലത്താണോ അത്താഴം? നമ്മൾ വളരെ വൈകി എന്നത് നേര്. പക്ഷെ രാത്രിയിൽ നാം ഒന്നും കഴിച്ചില്ലല്ലോ. അല്ലെങ്കിലും SP കാണാതെ നമുക്ക് പോകാൻ പറ്റില്ല. അവരോടൊന്നിച്ചാണ് നമ്മൾ ഗോപാലപുരത്തിന് പോവുക. പിന്നീട് ചിന്തു ശബ്ദിച്ചതേയില്ല. നല്ല വേഗത്തിലാണ് ചന്തു വണ്ടി വിട്ടത്. തൃശ്ശൂരുള്ള ഒരു മുന്തിയ ഹോട്ടലിലെ ഏറ്റവും മുകൾ നിലയിലെ ഹാളിലായിരുന്നു SP സംഘവും. ചന്തുവും മേലുദ്യോഗസ്ഥന്മാരും സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ ഒന്ന് മുഖം കഴുകി വരാമെന്ന് പറഞ്ഞ് ചിന്തു ബാത്റൂമിലേക്ക് നടന്നു. എന്നാൽ ബാത്റൂമിൽ കടന്നു ഉടൻ തന്നെ അവൻ വെളിയിൽ വന്നു. ചന്തുവും മേലുദ്യോഗസ്ഥന്മാരോ കാണാതെ അവൻ പടിക്കെട്ടുകൾ ഓടിയിറങ്ങി താഴെ കൗണ്ടറിലെത്തി. അത്യാവശ്യമായി ഒന്ന് ഫോൺ ചെയ്യണം. ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന റിസപ്ഷനിസ്റ്റിനെ അറിയിച്ചു. ഡയൽ ചെയ്ത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാണ് മേനകയെ ലൈനിൽ കിട്ടിയത്. ഞാൻ ചിന്തുവാണ്, അവൻ അറിയിച്ചു. എന്തേ ചിന്തു ഈ അസമയത്ത്? ആ സ്വരത്തിൽ പരിഭ്രമം. എല്ലാം പോലീസ് അറിഞ്ഞിരിക്കുന്നു. എന്ത്? നീ നീരജയാണെന്ന് സത്യം. മറുവശം നിശബ്ദമായി. പുലർച്ചെ എന്റെ ഏട്ടനടക്കം ഒരു പോലീസ് സംഘം അവിടെ എത്തും. റിസപ്ഷനിസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ചിന്തു ശബ്ദം താഴ്ത്തി. നമ്മൾ ഇനി ഒരിക്കലും പരസ്പരം കണ്ടില്ലെങ്കിലും നീ രക്ഷപ്പെടണം. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക, എത്രയും പെട്ടെന്ന്. നിന്റെ ജീവിതം ഇരുമ്പഴിക്കുള്ളിൽ അവസാനിക്കരുതെന്നേ എനിക്കുള്ളൂ. എന്നെന്നും ചിന്തുവിന്റെ മനസ്സിലും നീ ഉണ്ടാകും നീരു. അവൻ ഫോൺ വെച്ചു. തിരിഞ്ഞ് മുകളിലേക്ക് ഓടി. പോലീസ് സംഘം എത്തുന്നതിന് മുമ്പ് അവൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. അരമണിക്കൂർ കൂടി കഴിഞ്ഞാണ് അവർ ഹോട്ടലിൽ നിന്ന് പുറത്തു കടന്നത്. വണ്ടി വൈകുണ്ഠം കൊട്ടാരത്തിന്റെ മുറ്റത്ത് ചെന്ന് നിന്നപ്പോൾ പ്രഭാതമായി കഴിഞ്ഞിരുന്നു. കോളിംഗ് ബെല്ലിന്റെ സ്വിച്ച് അമർത്താതെ തന്നെ വാതിൽ തുറക്കപ്പെട്ടു. മീനാക്ഷി അമ്മയായിരുന്നു. മുന്നിൽ പോലീസ് സംഘത്തെ കണ്ടപ്പോൾ അവരിൽ വല്ലാത്ത ഞെട്ടലുണ്ടായി. എവിടെ മേനക? ചന്ത അവരോട് ചോദിച്ചു. മുകളിലാണ്.
ഒരു പക്ഷേ ഇപ്പോൾ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കടന്നിട്ടുണ്ടാകും. ഒരു കാര്യം ചെയ്യ്, ചന്ദ് ചിന്തുവിനോട് പറഞ്ഞു. നീ തന്നെ പോയി വിളിച്ചുകൊണ്ടുവരൂ. പക്ഷെ രണ്ടുപേരും കൂടി രക്ഷപ്പെടാൻ നോക്കരുത്. ഈ കൊട്ടാരം പോലീസ് വലയത്തിലാണെന്ന് മറക്കണ്ട. അവൾ എപ്പോഴേ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ചിന്തു അത് പറഞ്ഞില്ല. അവൻ കോണി കയറി മുകളിലെത്തി. പൂജാമുറിയുടെ പാതിചാരിയ വാതിലിലൂടെ വെട്ടം കാണാം. ഒരു പക്ഷെ അവൾ പോലീസിനെ കാത്തിരിക്കുകയാണോ കീഴടങ്ങാൻ? ചിന്തു ധൃതിയിൽ പൂജാമുറിയുടെ വാതിലുകളെത്തി. വാതിലിന് മുന്നിൽ ഒരു പീഠത്തിൽ നോട്ട്ബുക്കിൽ നിന്ന് ചീന്തിയെടുത്തൊരു താൾ 4 മടക്കി വെച്ചിരിക്കുന്നു. പറന്നു പോകാതിരിക്കാൻ അതിനുമേൽ ഒരു വാൽക്കണ്ണാടിയും. ചിന്തു വേപതുവോടെ ആ കടലാസ് എടുത്തു നിവർത്തി. ഒരെഴുത്താണ്. എന്റെ ചിന്തൂട്ട, ഞാൻ പിടിക്കപ്പെടാൻ പോവുകയാണെന്നും എന്റെ ദിവസങ്ങൾ അവസാനിക്കുകയാണെന്നും ചിന്തു അറിയിക്കുന്നതിന് എത്രയോ മുമ്പ് ഞാൻ അറിഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഇനി രക്ഷപ്പെടാൻ വയ്യ. 5 വർഷമായി ഞാൻ ഓടുകയായിരുന്നു. ഞാൻ തളർന്നു. നീയുമായുള്ള അടുത്ത ശേഷമാണ് ഈ ഭൂമിയുടെ സൗന്ദര്യവും സുഗന്ധവും ഞാൻ തിരിച്ചറിഞ്ഞത്. ഈ ഭൂമി വിടുന്നതിനെക്കുറിച്ചുള്ള ചിന്ത പോലും എന്നെ തളർത്താൻ തുടങ്ങിയത്. എന്തു ചെയ്യാം, എനിക്ക് ഭാഗ്യമില്ല. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ചിന്തൂട്ടം മടങ്ങിപ്പോണം കല്യാണിയിലേക്ക്. എന്റെ ഒരു പ്രവചനം കൂടി ഫലിക്കട്ടെ. നിന്റെ നീരു. പെട്ടെന്ന് ചിന്തു പൂജാമുറിയുടെ വാതിൽ തള്ളി തുറന്നു. 5 തിരിയിട്ട് കത്തിച്ച് നിലവിളക്കിന് മുന്നിൽ വെള്ളയണിഞ്ഞ് നമസ്കരിക്കും പോലെ കമിഴ്ന്നു കിടക്കുകയാണ് മേനക. അല്ല, നീരജ. ചിന്തു ഓടി അരികിലെത്തി. അവളെ കോരിയെടുത്ത് മടിയിൽ കിടത്തി. പൊടുന്നനെ പാതി വിടർന്ന ചുണ്ടുകൾക്കിടയിൽ നിന്ന് ഒരു തുള്ളി രക്തം കവളിലേക്ക് ഒളിച്ചിറങ്ങി. നീരു. ചിന്തു നെഞ്ചകരം വരെ വിളിച്ചു. പക്ഷെ അവൾ വീണ്ടും കൂടുവിട്ട് കൂടി മാറി കഴിഞ്ഞിരുന്നു.